Good evening, everybody. ഇന്ന് നമ്മൾ വീഡ് മാനേജ്മെന്റ് എന്ന മൊഡ്യൂളിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ക്രോപ്പ് മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന മൊഡ്യൂളിലുള്ള വീഡ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ മൂന്ന് നാല് ടോപ്പിക് ആയിട്ടാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് വീഡ് മാനേജ്മെന്റ്. വീഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നതേ ഒരു വലിയ കോഴ്സാണ്. അപ്പൊ അതിൽ നമുക്ക് ഫുൾ പഠിക്കാനുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾക്ക് ഓൾറെഡി മുന്നെടുത്ത മാം എടുത്ത കുറച്ച് പോർഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ആഡ് ചെയ്യണമെന്ന് തോന്നിയതും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു MCQ സെഷൻ ആണിത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ അൺവാണ്ടഡ് പ്ലാന്റ് ഗ്രോയിങ് വെയർ ഇറ്റ് ഇസ് നോട്ട് ഡിസൈർഡ്. ഏതാണ്? ക്രോപ്പ്, വീഡ്, മെന്യൂർ, ഹെർബ്. ഈ പറയുന്നതിൽ ഏതാണ് ഒരു അൺവാണ്ടഡ് പ്ലാന്റ് വിച്ച് ഇസ് ഗ്രോയിങ് വേർ ഇറ്റ് ഇസ് നോട്ട് ഡിസൈർഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം ആൻസർ വീഡ് ആണ്. ഓക്കെ, നമുക്കറിയാം വീഡ് എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് പ്ലാന്റ് ആണ്. ഈ വീഡ് എന്നുള്ള ടേം കൊണ്ടുവന്നത് ജെട്രോത്തുൾ എന്നുള്ള പേഴ്സൺ ആണ്. ഓക്കെ, JETRUTHULL. അദ്ദേഹത്തിന്റെ ഫോഴ്സ് ഹോയിങ് ഹസ്ബൻഡറി എന്നുള്ള ബുക്കിലാണ് ആദ്യം ഈ ഒരു വീടിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് പല MCQ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വീഡ് എന്ന് പറയുന്നത് അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് വിച്ച് ഇസ് ഗ്രോയിങ് വെർ ഇറ്റ് ഇസ് നോട്ട് നീഡഡ് ആണ്. നമ്മൾ വീഡ് എന്ന് പറയുന്നത് ഒരു ക്രോപ്പിന്റെ കൂടെ, നമ്മുടെ മെയിൻ ക്രോപ്പിന്റെ കൂടെ വളരുന്ന ഒരു അൺഡിസൈർഡ് ആയിട്ടുള്ള പ്ലാന്റ്. ആ ഒരു പ്ലാന്റ് വളർന്നുകൊണ്ട് ഈ ഒരു വീട് വളരുന്നതിലൂടെ നമ്മുടെ ക്രോപ്പിന്, ശരിക്കുള്ള ക്രോപ്പിന് വേണ്ട ഒരു ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടും അതുപോലെ റിസോഴ്സസിന് വേണ്ടിയിട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന ക്രോപ്പിനെയാണ് നമ്മൾ വീഡ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് വീഡ് സയൻസ് എന്ന് പറയുന്നത് ജെട്രോത്തുൾ ആണ്. ഓക്കെ, ജെട്രോത്തുൾ, JETROTULL. He is known as the father of weed science. ഹോഴ്സ് ഹോയിങ് ഹസ്ബൻഡറി എന്നുള്ള ബുക്ക്, HH നോക്കുക, ഹോഴ്സ് ഹോയിങ് ഹസ്ബൻഡറി എന്നുള്ള ബുക്കിലാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിനെ പറ്റിയിട്ട് ജെട്രോത്തുള്ള പരാമർശിച്ചിരുന്നത്. ഓക്കെ, നൗ നമുക്ക് പല ടൈപ്സ് ഓഫ് വീഡ്സ് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് മാം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. സോ അതിലുള്ള റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വൺ. സോ ക്വസ്റ്റ്യൻ എന്താണ്? സച്ച് വീഡ്സ് that are grown in cultivated field. ഓക്കെ, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫീൽഡിൽ വളരുന്ന വീഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒബ്ലിഗേറ്റ് വീഡ്സ് ആണോ, ഫാക്കൾട്ടേറ്റീവ് വീഡ്സ് ആണോ, നോക്ഷ്യസ് വീഡ്സ് ആണോ, ഫ്ലോട്ടിംഗ് വീഡ്സ് ആണോ? ഇത് അറിയണമെങ്കിൽ നമുക്ക് വീഡ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുൾ വീഡ് മാനേജ്മെന്റ് ടോപ്പിക് കംപ്ലീറ്റ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ തീർക്കാന്നല്ല പറയുന്നത്. നമുക്ക് ഈ ഒരു എക്സാമിന് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ലൈനിലാണ് ഞാൻ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു കോൺസെപ്റ്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് വീഡും അതുപോലെ വീഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസും മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി അതിന്റെ ഒരു എഗ്രോണമി പാർട്ട് അല്ലെങ്കിൽ ഒരു BSc വീഡ് മാനേജ്മെന്റിലൊന്നും വരുന്ന കാര്യങ്ങൾ, വീഡ് സയൻസിൽ വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പോർഷൻസ് മാത്രം നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാവും ഈ ഒരു എക്സാമിന് നല്ലത്. നമുക്ക് BScക്കാർ പഠിക്കുന്ന ആ ഒരു കുറെ ഡെപ്തിൽ പോകുന്നതിനെക്കാട്ടും ഒരു എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കാണുമ്പോൾ മാത്രം നിങ്ങൾ ഇത് നോക്കുക. ഓക്കെ, സോ ആ ഒരു ബേസിക് ഓഫ് വീഡ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വീഡ്സ്. വീഡ്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് 7 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിലും കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എക്സാമിന് ഒരു 7 ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ബേസ്ഡ് ഓൺ ദ മോർഫോളജി, സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ ദ ലൈഫ് സൈക്കിൾ, തേർഡ് വൺ ബേസ്ഡ് ഓൺ ദ ഹാബിറ്റാറ്റ്, ഫോർത്ത് വൺ ബേസ്ഡ് ഓൺ ഒറിജിൻ, ഫിഫ്ത് വൺ ബേസ്ഡ് ഓൺ അസോസിയേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ സം സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിൽ ആദ്യത്തത് അതിന്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനാണ് നമ്മൾ മോർഫോളജി എന്ന് പറയാം. മോർഫോളജിന്റെ ബേസിസിൽ നമുക്ക് വീഡ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഗ്രാസസ്, സെഡ്ജസ് ആൻഡ് ബ്രോഡ് ലീവ്ഡ് വീഡ്സ്. അതിൽ ഗ്രാസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രാസ് നമ്മൾ പുല്ലെന്ന് പറയുന്നതാണ് ഈ ഗ്രാസസ്. അപ്പൊ വീഡ്സ് പൊവേസിയ ഫാമിലിയിൽ വരുന്ന വീഡ്സിനെയാണ് നമ്മൾ ഗ്രാസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന പോലെ തന്നെ അതിന് നോർമലി നമ്മൾ ഗ്രാസ് ഒക്കെ എങ്ങനെയാ ഉണ്ടാവുക? നാരോ സ്പൈനി ലീവ്സ് അല്ല ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് വീഡ് ആയിട്ട് വരുന്ന ഗ്രാസസും ദേ വിൽ ബി നാരോ സ്പൈനി ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. പൊവേസിയ ഫാമിലിയിൽ വരുന്നതിനെയാണ് നമ്മൾ ഗ്രാസസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ലോങ് സ്പൈനി ലീവ്സ്. ഗ്രാസസ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഗ്രാസസ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന വീഡ്സിന് എക്സാമ്പിൾ ആണ് എച്ചിനോച്ല കൊളോണം ആൻഡ് സൈനോഡൻ ഡാക്ടിലൻ. ഓക്കെ, ഈ 2 എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. പിന്നുള്ളതാണ് സെഡ്ജസ് എന്ന് പറയുന്നത്. സൈപ്പറേസിയ ഫാമിലിയിലേക്ക് വരുന്ന വീഡ്സിനെയാണ് നമ്മൾ സെഡ്ജസ് എന്ന് പറയാം. ഈ സെഡ്ജസിൽ
The leaves are mostly having modified stem with or without tuber. Okay, modified stem ഉള്ള ട്യൂബേഴ്സ് ഉള്ളതോ നിർബന്ധമായിട്ടുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള പ്ലാന്റ്സിനെ ആണ് നമ്മൾ വീഡ്സിനെയാണ് നമ്മൾ സെഡ്ജസ് കാറ്റഗറിയിൽ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സൈപ്രസ് റോട്ടൻഡസ് ഫിംബ്രി സ്റ്റൈലസ് മിലിയേസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ചില വീഡ്സിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പഠിക്കും, ചില റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വീഡ്സ് നമ്മൾ പഠിക്കും. അപ്പൊ അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കുക. ഈ എച്ചിനോച്ചുള കൊളോനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വീടാണ്, പഠിക്കേണ്ട ഒരു വീടാണ്. അതുപോലെ നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പോകേണ്ട വീട്. അപ്പൊ അതിന്റെ പേരുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു പോവുക. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ ലൈഫ് സ്പാൻ, നമ്മൾ പഠിച്ചത് മോർഫോളജിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ലൈഫ് സ്പാന്റെ ബേസിസിൽ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മുന്നേ മാം എടുത്തിട്ടുണ്ടെന്ന് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. മറ്റേ എല്ലാ ക്ലാസിഫിക്കേഷനും അതിൽ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല പിന്നെ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ലൈഫ് സ്പാന്റെ ക്ലാസിഫിക്കേഷൻ ഇത് നിങ്ങൾക്ക് ഓൾറെഡി എടുത്തതാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ആനുവൽ വീഡ്സ് ഉണ്ട്, ബൈനിയൽസ് ഉണ്ട്, അതുപോലെ പെരിനിയൽസ് ഉണ്ട്. ആനുവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ലിവ് ഓൺലി ഫോർ എ സീസൺ or a year and complete their life cycle in that season. ആ ഒരൊറ്റ സീസണിൽ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആകുന്നത് നമ്മൾ ആനുവൽ വീഡ്സ് എന്ന് പറയാം. മോസ്റ്റ് കോമൺ ഫീൽഡ് വീഡ്സ് ഒക്കെ ആനുവൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, ആർ കോമൺ ഫീൽഡ് വീഡ്സ് ഒക്കെ ആനുവൽസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഈ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മലീന ബംഗാലെൻസിസ്, ബൊറേരിയ ഇറക്റ്റ, അതുപോലെ ചേനോപൊഡിയം ആൽബം, ഇത് മൂന്നുമാണ് നമ്മുടെ ആനുവൽ വീഡ്സ് ആയിട്ട് വരുന്നത്. പിന്നുള്ളത് ബൈനിയൽസ് ആണ്. ബൈനിയൽസ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫസ്റ്റ് സീസണിൽ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് സീസണിൽ അതിന്റെ ഫ്ലവറിംഗ് സീഡ് സെറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവുക അടുത്ത സീസണിലായിരിക്കും. അങ്ങനെ 2 സീസണിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അത് then it dies off. അങ്ങനെ 2 സീസൺ എടുക്കുന്ന വീഡ്സിനെയാണ് നമ്മൾ ബൈനിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഫൗണ്ട് മെയിൻലി ഇൻ നോൺ ക്രോപ്പ് ഏരിയാസ്. ഓക്കെ, ആദ്യത്തെ നമ്മൾ കണ്ടു കോമൺ ആയിട്ടുള്ള ഫീൽഡ് വീഡ് ആണ് ആനുവൽസ്. ബൈനിയൽ വരുമ്പോൾ അത് നോൺ ക്രോപ്പ് ഏരിയയിൽ വരുന്ന വീടുകളാണ്. ഓൾട്ടർനാന്തര, എച്ചിനാറ്റ, ടോക്കസ്, കേറോട്ട, ഇതാണ് ബൈനിയൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഫൈനലി വരുന്നതാണ് പെരിനിയൽ. പെരിനിയൽ എന്ന് പറഞ്ഞാൽ ദേ ലിവ് ഫോർ മോർ ദാൻ 2 years ആൻഡ് മേ ലിവ് ഓൾമോസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. ഇതിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് വളരണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് അഡ്വേഴ്സ് കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടിയുള്ള വീടാണ് പെരിനിയൽസ് എന്ന് പറയുന്നത്. ദേ പ്രൊപ്പഗേറ്റ് നോട്ട് ഓൺലി ത്രൂ സീഡ്സ് ബട്ട് ഓൾസോ ബൈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, റൂട്ട്, റൈസോംസ്, ട്യൂബേഴ്സ് എക്സെട്ര. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എലിയം സ്പീഷീസ്, അതുപോലെ സോൺഷ്യസ് അറബിയൻസസ്, സൈനോഡൻ, ഡാക്ലിയൻ എന്നൊക്കെ പറയുന്ന സ്പീഷീസ് ആണ് പെരിനിയൽസിന്റെ എക്സാമ്പിൾ. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്ലേസ് ഓഫ് ഒക്കറൻസ്, അത് എവിടെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ടെറസ്ട്രിയൽ വീഡ്സ് ഉണ്ട്, അക്വാട്ടിക് ഉണ്ട്. നമുക്കറിയാം ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡിൽ ഉണ്ടാവുന്നത്, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഉണ്ടാവുന്നത്. ടെറസ്ട്രിയൽ വീഡ്സ് അതായത് ലാൻഡ് ഉണ്ടാവുന്ന വീഡ്സ് ആണ് എച്ച്നോക്ലോവ ഇൻ റൈസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വീട്. റൈസിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് എച്ച്നോക്ലോവ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ട്രൈബുലസ് ടെറസ്റ്റിസ്. അപ്പൊ അത് ടെറസ്ട്രിയൽ വീടാണെന്ന് ആ ഒരു നെയിമിൽ നിന്ന് നമുക്ക് പഠിക്കാം അല്ലെ, ടെറസ്റ്റിസ് എന്നുള്ളത്. ദെൻ വി ഹാവ് സാന്തിയം, സ്ട്രുമേരിയം, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെയുള്ള എക്സാമ്പിൾസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ലാൻറ്റന ക്യാമറ, അതൊന്ന് നോട്ട് ചെയ്യാം. ടെറസ്ട്രിയൽ വീടിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ലാൻറ്റന ക്യാമറ. ഓക്കെ, സോ ഇത്രയുമാണ് ടെറസ്ട്രിയൽ വീഡ്സ് എന്ന് പറയുന്നത്. അക്വാട്ടിക് വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന വീഡ്സിനാണ് നമ്മൾ അക്വാട്ടിക് വീഡ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രില്ല, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹൈഡ്രില്ല നമ്മൾ ഹൈഡ്രില്ലൊക്കെ പ്ലസ് ടു ബയോളജി പഠിച്ചവർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഹൈഡ്രില്ല വെർട്ടിസിലാറ്റ എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് വീഡാണ്. അതുപോലെ യൂട്രിക്കുലേരിയ സ്റ്റെല്ലാരിസ്, എച്ച്നോറിയ പാസിപ്പസ്, പിസ്റ്റിയ സ്ട്രാറ്റിയോട്ടിസ്, ഇതൊക്കെയാണ് അക്വാട്ടിക് വീഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹൈഡ്രില്ല ഒന്ന് നോട്ട് ചെയ്യാം, അക്വാട്ടിക് വീഡാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അതിന്റെ ഒറിജിന്റെ ബേസിസിലാണ്. ഓക്കെ, അതെവിടെയാണ് അതിന്റെ ഒറിജിൻ, അതെവിടെയാണ് ഉണ്ടായി തുടങ്ങിയത് എന്നുള്ളതാണ്. നമുക്ക് ഇൻഡിജീനിയസ് അതായത് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള വീഡ്സ് ഉണ്ട്, ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ എക്സോട്ടിക് വീഡ്സ് ഉണ്ട്. എക്സോട്ടിക് വീഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ക്രോപ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അതിന്റെ കൂടെ വന്നൊരു വീട്, അതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ എക്സോട്ടിക് അല്ലെങ്കിൽ ഏലിയൻ വീട് എന്നൊക്കെ പറയുന്നത്. ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള വീട്, നോർമലി നമ്മളിവിടെ കണ്ടുവരുന്ന വീഡ്സിനെയൊക്കെയാണ് നമ്മൾ ഇൻഡിജീനിയസ് എന്ന് പറയാം. ഓക്കെ, ഇൻഡിജീനിയസ് വീഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദ നേറ്റീവ് വീഡ്സ് ഓഫ് ദ കൺട്രി ആർ കമ്മിങ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ വീഡ്സ് ആർ ഇൻഡിജീനിയസ്. ഇൻഡിജീനിയസ് വീഡ്സിന്റെ എക്സാമ്പിൾ ആണ് അസൈൽഫ ഇൻഡിക്ക. ഓക്കെ, ഇൻഡിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേറ്റീവ് ആണെന്ന് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെ. അതുപോലെ എബോട്ടിലോൺ ഇൻഡിക്കം, അതും സെയിം. നമുക്ക് ഇൻഡിക്ക എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. സൈനോഡൻ, ഡാക്ലിയൻ, എച്ച്നോക്ലോവ കൊളോണം. ഈ എച്ച്നോക്ലോവ കൊളോണം കാണുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ഈ ഇൻഡിജീനിയസ് വീഡ്സിന്റെ എക്സാമ്പിൾ 4 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം.
Then introduced അല്ലെങ്കിൽ എക്സോട്ടിക് വീഡ് അല്ലെങ്കിൽ ഏലിയൻ വീഡ് എന്ന് പറഞ്ഞാൽ they are introduced from other country. മാത്രമല്ല ഈ വീഡ്സ് ഭയങ്കര ട്രബിൾസം ആണ്, നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുമാണ്. ഈ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ എക്സോട്ടിക് വീഡ്സിന്റെ എക്സാമ്പിൾ ആണ്. അതും ഒന്ന് എല്ലാം ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പാർത്തേനിയം, ഹിസ്ട്രോഫോറസ്, എക്കാന്തോസ്പെർമം, ഹിസ്പിഡിയം, എച്നോകോർണിയ ക്രാസിപ്പസ്, അർജിമോൺ മെക്സിക്കാന, ലാന്റാന ക്യാമറ, ക്രോട്ടോൺ ബോൺപ്ലാന്റിയനസ്. അതിലെ ലാസ്റ്റ് വൺ ഒഴികെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന വീഡ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇൻഡിജിനിയസ് വീഡ്സും എക്സോട്ടിക് വീഡ്സും. ഇനി അസോസിയേഷന്റെ ബേസിസിൽ നമുക്ക് സീസൺ ബൗണ്ട് വീഡ്സും ഉണ്ട്, ക്രോപ്പ് ബൗണ്ട് വീഡ്സും ഉണ്ട്. സീസൺ ബൗണ്ട് വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ സീസണിൽ കണ്ടുവരുന്ന വീഡ്സിനെയാണ് നമ്മൾ സീസൺ ബൗണ്ട് വീഡ്സ് എന്ന് പറയാം. ചിലപ്പം ചിലത് സമ്മർ സീസണിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ വിന്ററിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ സീസണലി കണ്ടുവരുന്ന വീഡ്സിനെയാണ് നമ്മൾ സീസൺ ബൗണ്ട് വീഡ്സ് എന്ന് പറയുന്നത്. They are seen in that particular season irrespective of the crop. These are either summer annuals or winter annuals. അത് സമ്മർ ആനുവലിന്റെയും വിന്റർ ആനുവലിന്റെയും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സീസൺ ബൗണ്ടിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫെലാരസ് മൈനർ ആൻഡ് എവേന ഫെറ്റുവ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും വിന്റർ സീസൺ ആനുവൽസ് ആണ്. ഓക്കെ, ഫെലാരസ് മൈനർ അതുപോലെ എവേന ഫെറ്റുവ എന്ന് പറയുന്നത് രണ്ട് വീഡ്സും സീസൺ ബൗണ്ട് ആയിട്ടുള്ള വീഡ്സ് ആണെന്ന് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കി വെച്ചേക്കാം, നിങ്ങൾക്ക് ഇനി പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്യാത് കേട്ടോ. ഫെലാരസ് മൈനർ എന്ന് പറഞ്ഞാൽ റൈസിലും വീറ്റിലും ഒക്കെ കണ്ടുവരുന്ന ഒരു വീഡാണ്. എവനുവ ഫെറ്റുവ എന്ന് പറഞ്ഞാൽ വൈൽഡ് ഓട്സ് ആണ്. അപ്പൊ അതൊക്കെ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മള് വരുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്കാം. ഫെലാരസ് മൈനർ വീട്ടിൽ വരുന്ന ഒരു കോമൺ വീഡാണ്. എവേന ഫെറ്റുവ എന്ന് പറയുന്നത് കോമൺ വൈൽഡ് ഓട്ട് എന്ന് പറയുന്ന പേരാണ്. നമ്മൾ ഓട്ടില്ലേ, ഓട്ട് മീൽ എന്നൊക്കെ പറയില്ലേ, അത്. പിന്നുള്ളതാണ് ക്രോപ്പ് ബൗണ്ട് ആയിട്ടുള്ള വീഡ്സ്. ക്രോപ്പ് ബൗണ്ട് വീഡ് എന്ന് പറഞ്ഞാൽ എന്താ, വീഡ് വിച്ച് ആർ യൂഷ്വലി പാരസൈറ്റിംഗ് ദ ഹോസ്റ്റ് ക്രോപ്പ് പാർഷ്യലി ഓർ ഫുള്ളി ഫോർ ദിയർ നറിഷ്മെന്റ്. ദാറ്റ് ഈസ് പാരസൈറ്റിസം. നമുക്കറിയാലോ പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യാണ് അതിന്റെ ന്യൂട്രീഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് വേറൊരു ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയാം. അപ്പം പാരസൈറ്റിക് ആയിട്ടുള്ള വീഡ്സിനാണ് നമ്മൾ ക്രോപ്പ് ബൗണ്ട് വീഡ്സ് എന്ന് പറയാം. ചില വീഡ് റൂട്ട് പാരസൈറ്റ് ആയിരിക്കും, ചിലത് സ്റ്റെം പാരസൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള വീഡ്സിനാണ് നമ്മൾ ക്രോപ്പ് ബൗണ്ട് വീഡ്സ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഒറോബാൻചെ, സ്ട്രിഗ സ്പീഷീസ്. അതിനെ വിച്ച് വീഡ് എന്ന് പറയും. ഓക്കെ, മില്ലറ്റിൽ വളരുന്ന ഒരു വീഡാണ് സ്ട്രിഗ സ്പീഷീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ ടേപ്പ് ഇൻ ടൊബാക്കോ. ഇനി സ്റ്റെമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റെം പാരസൈറ്റ് ആയിട്ട് വരുന്നതാണ് കസ്കട്ട അല്ലെങ്കിൽ ഡോഡർ എന്ന് പറയുന്നത്, വിച്ച് ഗ്രോസ് ഇൻ ലൂസർ. അതുപോലെ ബർസീൻ, ലോറാന്തസ് വിച്ച് ഗ്രോസ് എ ഫ്രൂട്ട് ക്രോപ്പ്. ഇതൊക്കെയാണ് ക്രോപ്പ് ബൗണ്ട് ആയിട്ടുള്ള വീഡ്. ഇനിയുള്ളതാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡാണ്, ക്രോപ്പ് അസോസിയേറ്റഡ് വീഡ് അല്ലെങ്കിൽ മിമിക്രി വീഡ് എന്ന് പറയും. മിമിക്രി വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വീട്, ആ വീടിനെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട്ലി മോർഫോളജിക്കലി അതിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു നമ്മുടെ മെയിൻ ക്രോപ്പിനെ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പാഡി റൈസ് ക്രോപ്പിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വീടാണ് എച്നോക്ലുവ കൊളോനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ സ്ഥലങ്ങൾ പഠിച്ചു ഈ ഒരു പേര് അല്ലെ, ഞാനപ്പോഴേ നമ്മൾ പറഞ്ഞില്ല നോട്ട് ചെയ്യണം, ഈ ഒരു പേര് നോട്ട് ചെയ്യണമെന്ന്. എച്നോക്ലുവ കൊളോണം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന റൈസ് ഫീൽഡിൽ കാണുന്ന ഒരു വീടാണ്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റൈസ് ക്രോപ്പിനെ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മിമിക്രി വീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിമിക്രി വീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് എ വീഡ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദ ക്രോപ്പ് മോർഫോളജിക്കലി ആൻഡ് കംപ്ലീറ്റ് ദിയർ ലൈഫ് സൈക്കിൾ, then it is called as a mimicry weed. For example, Echinoclea colonum അല്ലെങ്കിൽ ജംഗിൾ റൈസ് എന്ന് പറയും അതിനെ, വിച്ച് മിമിക് ദ റൈസ് ക്രോപ്പ്. അതുപോലെ തന്നെ നീഡ് ഫോർ സ്പെസിഫിക് മൈക്രോ ക്ലൈമറ്റ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ എവേന ഫെറ്റുവ, അതും ഞാൻ പറഞ്ഞു നോട്ട് ചെയ്യാൻ. അതിനെ വൈൽഡ് ഓട്ട് എന്ന് പറയും. അതുപോലെ ഫെലാരസ് മൈനർ, കാനറി ഗ്രാസ് എന്ന് പറയും. ഇത് രണ്ടും വീച്ചിനെ മിമിക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലൊറാന്തസ് ടീ ഗാർഡൻ, അതും ഒരു മിമിക്രി വീഡാണ്. ഓക്കെ, 3 മിമിക്രി വീഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. എച്നോക്ലുവ കൊളോണം, അതായത് നമ്മുടെ റൈസിനെ മിമിക് ചെയ്യുന്നതാണ് ആ വീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീറ്റിനെ മിമിക് ചെയ്യുന്ന 2 വീഡ്സ് നമ്മൾ പഠിച്ചു, എവേന ഫെറ്റുവ അല്ലെങ്കിൽ വൈൽഡ് ഓട്ടും ഫെലാരസ് മൈനർ അല്ലെങ്കിൽ കാനറി ഗ്രാസും. ഇനിയുള്ളതാണ് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ആദ്യത്തേത് പോയ്സണസ് വീഡ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ട് ചില കേസിൽ എപ്പോഴും ന്യൂസിലൊക്കെ കാണാം, ചില ലൈഫ് സ്റ്റോക്ക് ഒക്കെ, ചില കാറ്റ്സിലൊക്കെ എന്തോ ഒരു പുല്ല് കഴിച്ചിട്ട് ചത്തു ഒന്നൊക്കെ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതിവിടെ എന്താ സംഭവിക്കുന്നത്, അതിങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോ ആ
ഫീഡ് കൊടുക്കുന്ന ആളാണ് ഫാമർ തന്നെ ചിലപ്പം അറിയാതെ ഈ വീടൊക്കെ അതിൽ മിക്സ് ആയി പോയിട്ടുണ്ടാവും. ഇപ്പൊ ചില വീഡ്സ് എന്ന് പറഞ്ഞാൽ അത് പോയിസണസ് ആണ്, അത് ലൈഫ് സ്റ്റോക്കിന് എയിൽമെന്റ് ഉണ്ടാക്കാനും ഡെത്തിനും ഒക്കെ കോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡ്സിനെ ആണ് നമ്മൾ പോയിസണസ് വീഡ്സ് എന്ന് പറയാം. ദീസ് വീഡ്സ്, ദി പോയിസണസ് വീഡ്സ് cause ailment on livestock, resulting in death and cause great loss. These weeds are harvested along with fodder or grass and fed to the cattle, or while grazing the cattle consumes these poisonous plants. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഫാമർ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കൊടുത്തു പോയതോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട് കാറ്റിലേക്ക് ഒരു ഭാഗത്ത് കെട്ടിയിരുന്നത് അല്ലെ, അപ്പൊ അത് അതിനറിയില്ലല്ലോ, അപ്പൊ അത് കാണുന്ന കഴിച്ചു പോകില്ലേ. അപ്പൊ അങ്ങനെയും അതിന് കൺസംഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് പോയിസണസ് ആണെങ്കിൽ അത് ഡെത്ത് വരെ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഡാറ്റുറ ഫെസ്റ്റുോസ, ഡാറ്റുറ സ്ട്രാമോണിയം, ഡാറ്റുറ മീറ്റൽ. ദീസ് ആർ പോയിസണസ് ടു ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അതുപോലെ ലോച്ച്നേറ പ്യൂസില ഇസ് പോയിസണസ് ടു കാറ്റിൽ. സോളേനം നൈഗ്രം ഇസ് പോയിസണസ് ടു ചിൽഡ്രൻ ഇൻ റെയർ ഒക്കേഷൻ. പിന്നുള്ളതാണ് പാരസൈറ്റിക് വീഡ്സ്. ഈ പാരസൈറ്റിക് വീഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. Then we have aquatic weed, അത് നമ്മൾ പറഞ്ഞു, ടെറസ്ട്രിയൽ അക്വാട്ടിക് നമ്മൾ പറഞ്ഞതാണ്. ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. വി ഹാവ് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോ പറയുന്നത്. നമുക്ക് ഫാക്കൾട്ടേറ്റീവ് വീഡ്സ് ഉണ്ട്, ഓബ്ലിഗേറ്റ് വീഡ് ഉണ്ട്, നോക്ഷ്യസ് വീഡ് ഉണ്ട്, ഒബ്ജക്ഷണബിൾ വീഡ്സ് ഉണ്ട്. ഈ ഒരു 4 കൂടെ എന്താണ് നമുക്ക് നോക്കാം സ്പെഷ്യൽ വീഡില്. അതിൽ ഫാക്കൾട്ടേറ്റീവ് വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് എപ്പോഫൈറ്റ്. എപ്പോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് വീഡ് എന്ന് പറഞ്ഞാൽ they are the weeds that grow primarily in wild community and migrate to the crop field or cultivated environment, and associating themselves closely with man affairs behave like more competitive weed. Okay, അതിന്റെ എക്സാമ്പിൾ ആണ് ഒപ്പെൻഷ്യ ഡിലെനി. ഇപ്പൊ ഫാക്കൾട്ടേറ്റീവ് വീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് 2 പേരുകൾ കൂടി ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഫാക്കൾട്ടേറ്റീവ് വീഡ് അല്ലെങ്കിൽ എപ്പോഫൈറ്റ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് വീഡ്സ് എന്ന് കാണാം. ഓക്കെ, ഈ ഫാക്കൾട്ടേറ്റീവ് വീഡ്സ് എന്ന് പറഞ്ഞാൽ അതേ കോമ്പറ്റേറ്റീവ് വീഡ്സ് എന്ന് ഓർത്ത് വെക്കുക. അത് ഒരു വൈൽഡ് കമ്മ്യൂണിറ്റി എന്ന് വന്നിട്ട് ഒരു ക്രോപ്പ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന എൻവയൺമെന്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്പീഷീസ് ആണെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് അതിനെ കോമ്പറ്റേറ്റീവ് വീഡ് എന്ന് പറയുന്നത്. അത് എന്താ പറയാ, ആ ഒരു കൾട്ടിവേറ്റഡ് ഫീൽഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് വീഡ്സ് എന്ന് അതിനെ വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ഒപ്പെൻഷ്യ ഡിലെനി. ഇനിയുള്ളതാണ് ഓബ്ലിഗേറ്റ് വീഡ്. അപ്പൊ നമ്മൾ മുന്നേ കണ്ട ക്വസ്റ്റ്യൻ അതിൽ വന്നിരുന്ന ഓപ്ഷൻസ് ആണ് ഇതൊക്കെ, ഫാക്കൾട്ടേറ്റീവ് ഒബ്ലിഗേറ്റ് ഒക്കെ. അപ്പൊ അതിൽ ഒബ്ലിഗേറ്റ് വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഒക്കർ ഓൺ കൾട്ടിവേറ്റഡ് ലാൻഡ് ഓർ അതർവൈസ് ഡിസ്റ്റർബ്ഡ് ലാൻഡ്. ഓക്കെ, ഡിസ്റ്റർബ്ഡ് ലാൻഡിൽ അല്ലെങ്കിൽ കൾട്ടിവേഷൻ നടക്കുന്ന ലാൻഡിനാണ് അവിടെയാണല്ലോ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുന്ന ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ലാൻഡാണ്. കൾട്ടിവേറ്റഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ലാൻഡാണ്. അപ്പൊ അങ്ങനെയുള്ള ലാൻഡിൽ ഉണ്ടാകുന്ന വീഡ്സിനെയാണ് ഒബ്ലിഗേറ്റ് വീഡ് എന്ന് പറയുന്നത്. They cannot withstand competition from volunteer vegetation in closed community. Less competitive obligate weed can't survive and can't withstand and disappears when the land is not disturbed for 2 to 3 years and kept as fallow. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ മെയിൻ ആയിട്ട് ആ ഒരു ഡെഫിനേഷൻ അത് എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡിലാണ് ഒബ്ലിഗേറ്റ് വീഡ് ഉണ്ടാവുക. പിന്നെ പറയുന്നത് എന്താ, നമ്മൾ കൾട്ടിവേറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് തനിയെ പോയി പോകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് തൽക്കാലം ആ ഡെഫിനേഷനും ആ ഒരു എക്സാമ്പിളും കോൺവൾവസ് അർബേൻസസ് ആണ് ഒബ്ലിഗേറ്റ് വീഡിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ആണ് നോക്ഷ്യസ് വീഡ്. നോക്ഷ്യസ് വീഡ് എന്ന് പറയുന്നത് എന്താണ്, ട്രബിൾസം ആയിട്ടുള്ള വീഡ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വീഡ്സിനാണ് നമ്മൾ നോക്ഷ്യസ് വീഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ആർബിട്രറിലി ഡിഫൈൻഡ് ആസ് അൺഡിസൈറബിൾ, troublesome and difficult to control. They have immense capacity of reproduction and high dispersal capacity. ചില ഇതിനെ കണ്ടിട്ട് ചില വീഡ്സ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവുന്നത് തന്നെ, പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ എത്ര വെട്ടിയിട്ട് കളഞ്ഞാലും അത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വീഡ്സ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്യാൻ. നമുക്ക് ഭയങ്കര ട്രബിൾ ഉണ്ടാക്കുന്ന വീഡിനെയാണ് നമ്മൾ നോക്ഷ്യസ് വീഡ്സ് എന്ന് പറയാം. അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, അതിന് ഭയങ്കര റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്പേഴ്സ് ആയിട്ട് പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ നോക്ഷ്യസ് വീഡ് എന്ന് പറയാ. They adopt tricky ways to define man effort to remove them. Okay, നമ്മൾ എന്ത് ചെയ്താലും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. So these weeds are also known as special problem weed. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സൈപ്രസ് റോട്ടൻഡസ്, സൈനാഡൻ ഡാക്ലിയർ, സിർക്കീനിയം എർബൻസ്, പാർത്തേനിയം, എച്ച്നോറിയ ക്രാസിപ്പസ്, ലാന്റാന ക്യാമറ, സെക്കാരം സ്പോണ്ടേനിയം, ഇംപെറേറ്റ സിലിൻഡ്രിക്കൽ ആൻഡ് സ്ട്രിഗ സ്പീഷീസ്. Then objectionable weeds ഉണ്ട്. Objectionable weed എന്ന് പറഞ്ഞാൽ അതൊരു നോക്ഷ്യസ് വീഡ് തന്നെയാണ്. Whose seed is difficult to separate from the crop seed after contamination is called as an objectionable weed. Okay, അതൊരു നോക്ഷ്യസ് വീഡ് ആണ്. അതിന്റെ സീഡ് ക്രോപ്പ് സീഡിന് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വീഡ്സിനെയാണ് നമ്മൾ ഒബ്ജക്ഷണബിൾ വീഡ് എന്ന് പറയാം. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ആർ ദ വീഡ്
ഗ്രോൺ ഇൻ കൾട്ടിവേറ്റഡ് ഫീൽഡ് എന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചു ഒബ്ലിഗേറ്റ് വീഡ്സ്. ഒബ്ലിഗേറ്റ് വീഡ് ആണ് കൾട്ടിവേറ്റഡ് ലാൻഡ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ലാൻഡിൽ വളരുന്ന വീഡ്സ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് വീഡ്സ് ആണ്. പിന്നെ ക്രോപ്സ് cropped along with wildland weed are known as. wildland weed ന്റെ കൂടെ ക്രോപ്പ് ചെയ്യുന്നത് ഏതാണെന്നാണ് ഒബ്ലിഗേറ്റ് വീഡ്, ഫാക്കൾട്ടേറ്റീവ് വീഡ്, നോക്ഷ്യസ് വീഡ്, ഫ്ലോട്ടിംഗ് വീഡ്. ഇത് നമ്മൾ പഠിച്ചതാണ്. which one is cropped along with wildland weed? facultative weeds ആണ്. problematic weed whose seed once mixed with crop seed is extremely difficult to separate. ഏതാണ്? ഓക്കെ, ഇത് മാറിപ്പോയിട്ടുണ്ട്. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ഏതാണ്? മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ സ്ലൈഡ് കൊടുക്കുമ്പോൾ ഞാൻ റെഡിയാക്കിക്കോളാം. അൺഡിസൈറബിൾ, ട്രബിൾസം, ഫോർത്ത് ക്വസ്റ്റൻ അല്ലേ മാറിയിട്ടുള്ളത്. ഓക്കെ, അൺഡിസൈറബിൾ, ട്രബിൾസം വീഡ്, ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഏതാണ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ? നോക്ഷ്യസ് വീഡ്. മിമിക്രി വീഡ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മള് മിമിക്രി വീഡ്സിനെ പറ്റി പറഞ്ഞപ്പം. ഫാലാഡസ് ആണോ, അർജിമോൺ മെക്സിക്കാന ആണോ, എവേന ഫെറ്റുവ ആണോ, ഒറോബാൻചി ആണോ? ഫെലാഡസ് ആണ്. റൈസിലും വീറ്റിലും രണ്ടിലും വരുന്ന മിമിക്രി വീഡ് എന്ന് പറയുന്നത് ഫെലാഡസ് ആണ്. ഫെലാഡസ് മൈനർ അല്ലെങ്കിൽ അതിനെ ലിറ്റിൽ സീഡ് കാനറി ഗ്രാസ് എന്ന് പറയും. ഓക്കെ, കോമൺ നെയിം എന്ന് പറയുന്നത് ലിറ്റിൽ സീഡ് കാനറി ഗ്രാസ് ആണ്. It is the most problematic and herbicide resistant weed which is seen both in rice and wheat cropping system. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ വന്ന മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം, അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എർജിമോൺ മെക്സിക്കാന, എവേന ഫെറ്റുവ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എർജിമോന മെക്സിക്കാന സീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്റ്റർഡ് സീഡ്, കടുകിനെ റിസംബിൾ ചെയ്യുന്ന ഒന്നാണ്. അതും ഒരു വീഡാണ്. These seed resemble cultivated oat seeds. അതിനെ നമ്മൾ സാറ്റലൈറ്റ് വീഡ്സ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, സാറ്റലൈറ്റ് വീഡ് എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, ഞാൻ മിക്സ് ആയിട്ടാന്ന് തോന്നുന്നില്ല പറഞ്ഞത്. ഓക്കെ, അർജിമോൺ മെക്സിക്കാന എന്ന് പറയുന്നതാണ് മസ്റ്റേർഡ് സീഡ്. എവേന ഫറ്റുവ എന്ന് പറയുന്നത് വൈൽഡ് ഓട്ട് കേട്ടോ, വൈൽഡ് ഓട്സ്. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞു തോന്നുന്നുണ്ട്. എവേന ഫറ്റുവ എന്ന് പറഞ്ഞാൽ വൈൽഡ് ഓട്സ് ആണ്. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് വീഡ് എന്ന് പറയുന്നത്. എർജിമോൺ മെക്സിക്കാന എന്ന് പറയുന്നത് മസ്റ്റേർഡ് സീഡ്, കടുകിനെ റിസംബിൾ ചെയ്യുന്നതാണ്. ഓക്കെ, എർജിമോൺ മെക്സിക്കാന മസ്റ്റേർഡ് സീഡും എവേന ഫറ്റുവ ഓട്ട് സീഡും. അപ്പൊ നിങ്ങൾക്ക് അത് ഒന്ന് ഓർക്കാൻ നിങ്ങൾ തന്നെ എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് പഠിക്കാട്ടോ. ഇപ്പം എർജിമോൺ മെക്സിക്കാന, എന്തോ മോൻ എന്നൊക്കെ ഉള്ള കോഡ് എടുത്താൽ മതി. ഇപ്പൊ മോൻ മസ്റ്റേർഡ്, മോനിന് മസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് നിങ്ങൾ തന്നെ എടുക്കുക. കുറെ വീട് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് ഇട്ടിട്ട് തൽക്കാലം നേരത്തേക്ക് പഠിക്കാം. അതുപോലെ അവെന ഫറ്റുവ, അപ്പൊ ഫാറ്റ്, ഓട്സ് ഫാറ്റ് ആവാണ്ടിരിക്കാൻ എപ്പോഴും നമ്മൾ ഓട്സ് ആണല്ലോ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് ഇട്ടിട്ട് ആരും ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. എവേന ഫറ്റുവ, വൈൽഡ് ഓട്ട്, എർജിമോൺ മെക്സിക്കാന, മസ്റ്റേർഡ് സീഡ്സ്. ഇനി ഓക്കെ, ഇതിൽ ഞാൻ ആൻസർ അങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ പീരിയഡ് ഓഫ് ക്രോപ്പ് വീഡ് കോമ്പറ്റീഷൻ ഫോർ ട്രാൻസ്പ്ലാന്റഡ് റൈസ്? ഓക്കെ, നമ്മൾ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ അതിന് ട്രാൻസ്പ്ലാന്റേഷൻ വഴി. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നഴ്സറി പോലെ ആദ്യം ചെറിയൊരു ഏരിയയിൽ അതിന് ചെറിയൊരു മാറ്റ്സിൽ അതിനെ വളർത്തിയിട്ട് പിന്നെ ഈ ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മാറ്റിനെ എടുത്തിട്ട് അതിന് നഴ്സറി എന്ന് പറയും. എന്നിട്ട് അതിനെയാണ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. റൈസിന് ഭയങ്കര കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമ്മൾ ഫീൽഡിൽ നേരെ റൈസ് ഉണ്ടാക്കുന്നതിന് പകരം എപ്പോഴും ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടാണ് കോമൺലി ചെയ്ത് കാണാറ്. അങ്ങനെ ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള റൈസിൽ ക്രോപ്പ് വീഡ് കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ക്രിട്ടിക്കൽ പീരീഡ് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ 30 to 45 days ആഫ്റ്റർ സോയിങ്. നമ്മൾ സോ ചെയ്തതിന് ശേഷം 30 to 45 daysലാണ് എപ്പോഴും ക്രോപ്പ് വീഡ് കോമ്പറ്റീഷൻ റൈസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അതായത് ട്രാൻസ്പ്ലാന്റഡ് റൈസിൽ. ഓക്കെ, ഇനി ട്രാൻസ്പ്ലാന്റഡ് റൈസ് അല്ല, നേരെ സീഡഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ നോർമൽ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള റൈസ് ആണെങ്കിൽ അവിടെ 40 to 60 daysലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഓക്കെ, വീഡ് ഫ്രീ, the critical period for wheat free condition for high productivity is reported to be in 30 to 35 days in transplanted rice, whereas direct seeded, directly seed ചെയ്തിട്ടുള്ളതാണെങ്കിൽ direct seeded lowland and upland conditionൽ wheat free period ranges from 40 to 60 days. The major weed observed in rice crop are grasses. Okay, rice cropൽ ഏറ്റവും കോമൺലി കാണുന്ന വീഡ് എന്ന് പറയുന്നത് ഗ്രാസസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കുക. റൈസിൽ വരുന്ന വീഡ്സ് ഏതൊക്കെയാന്നുള്ളത് എച്നോക്ലോവ കൊളോണം, കുറെ നേരം നമ്മൾ ഈ പേര് കേൾക്കുന്നത്. അതുപോലെ എച്നോക്ലോവ ക്രൂസ് ഗാലി, യൂസീൻ ഇൻഡിക്ക,
സെറ്റാറിയ ഗ്ലോക്ക്. ആ രണ്ട് പേരുകളൊന്നും അത്ര കോമൺ ആയിട്ട് കേൾക്കാറില്ല. ആദ്യത്തെ രണ്ടെണ്ണം നമ്മുടെ കൊളോണം സ്പീഷീസും ക്രുസ്ഗാലിൻ. അതുപോലെ സൈനോഡൻ ഡാക്ലിയൻ അതും കേൾക്കാറുണ്ട്. അതുപോലെ സെഡ്ജസ്, സൈപ്രസ് റോട്ടുണ്ടസ് ആൻഡ് ദ ബ്രോഡ് ലീവ്ഡ് വീഡ്സ് ആൻഡ് അക്വാട്ടിക് വീഡായിട്ടുള്ള ഫൈലാന്തസ് നിറൂറി, എക്ലിപ്റ്റ ആൽബ ആൻഡ് ചാറ സ്പീഷീസ്. അപ്പൊ അതിൽ ആദ്യത്തെ ആ രണ്ട് പേരുകൾ എന്തായാലും പഠിക്കുക. പിന്നെ എപ്പോഴും കാണുന്ന പേരുകളാണ് സൈനോഡൻ ഡാക്ലിയനും അതുപോലെ ചാറ സ്പീഷീസും. ആദ്യത്തെ രണ്ട് പേര് എന്തായാലും നോട്ട് ചെയ്യുക. റൈസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് വീടാണ് കൊളോണം അതുപോലെ ക്രുസ്ഗാലി. ഇനി നഴ്സറി, ഞാൻ നേരത്തെ പറഞ്ഞു നഴ്സറി വെച്ചിട്ട് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ നഴ്സറി ലെവലിൽ തന്നെ നമ്മൾ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ചെറിയ രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ വീടിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടു എലിമിനേറ്റ് വീട് എന്ന് പറയുന്നത്. അതിന് നോർമലി റൈസിൽ ചെയ്യുന്ന മെത്തേഡാണ് ഹാൻഡ് പുള്ളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാനുവലി കൈ വെച്ചിട്ട് തന്നെ വലിച്ചു കളയുന്ന പരിപാടി. ഹാൻഡ് പുള്ളിംഗ് ഇസ് ദ കോമൺ മെത്തേഡ് ഓഫ് വീഡ് കൺട്രോൾ ഇൻ നഴ്സറി. ചെറിയ രീതിയിൽ അവിടെ വളർന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് ഹാൻഡ് പുള്ളിംഗ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺലി യൂസ് ചെയ്ത് വരുന്ന കെമിക്കൽസ് ആണ് പറയുന്നത്. ഇതും ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ കുറെ കെമിക്കലും ഹെർബിസൈഡും കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യൻസിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. റൈസിന്റെ കേസ് മാത്രം നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. ബാക്കി ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ കുറെ പഠിക്കാനുണ്ടാവും. ജസ്റ്റ് റൈസിന്റെ കേസിൽ മാത്രം വരുന്ന ആപ്ലിക്കൻസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം application of butachlor 0.75 to 1 kg per hectare or thiobencarb 1.5 to 3 kg per hectare or pretilachlor and which is combined with sofit അല്ലെങ്കിൽ സേഫ്നോർ എന്ന് പറയും 0.75 kg per hectare. അനിലോഫസ് അതായത് 0.25 to 0.5 kg per hectare അനിലോഫസ് നമ്മൾ 4 to 7 days before or after sowing യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് വീഡ്. ഓക്കെ, ഞാൻ ഈ ഒരു കെമിക്കൽസ് ഒന്നും പഠിക്കാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അത് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഈ കെമിക്കൽസ് പഠിക്കുന്നത് അത്ര സത്യം പറഞ്ഞാൽ ഞാൻ ഈ 4 years എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ ഞാൻ ഈ കെമിക്കൽസിനൊന്നും പേര് അന്ന് പഠിച്ചിട്ടുണ്ടായില്ല. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വീഡ് മാനേജ്മെന്റ് വരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനത്തെ കെമിക്കൽസ് കാണാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ റൈസിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. റൈസിന്റെ ജസ്റ്റ് ആ കെമിക്കലിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ റേറ്റും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക റൈസിന്റെ കേസസിൽ. ദെൻ നമ്മൾ വീറ്റിൽ വരുന്ന കോമൺ വീഡും കൂടി ഒന്ന് പഠിക്കാം. കോമൺ വീഡ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ വിന്റർ ഗ്രെയിൻസ് ആർ ബ്രോഡ് ലീവ്ഡ് ആയിട്ടുള്ള ചൈനോപൊഡിയം ആൽബം, ഫ്യൂമേരിയ സ്പീഷീസ്, വിസിയ സ്പീഷീസ്, മെലിലോട്ടസ്, ലാക്ടൈറസ് സ്പീഷീസ്, Anagallis ervensis, and besides broad-leaved wheat, grasses like Phalaris minor, Avena fetua, Lolium temuldum, and ബാക്കിയൊന്നും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. വീട്ടില് നമുക്ക് പഠിക്കാനുള്ളത് ഫെലാരസ് മൈനർ, എവേന ഫെറ്റുവ. ബാക്കി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പഠിക്കാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. ഈ പേരുകളൊന്നും പഠിച്ചു വെക്കുക വീട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പീരിയഡ് ഫോർ ഓക്കെ first biologically controlled weed. Okay, there are different methods to control weed. Okay, mechanical methods ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ആ സ്ലൈഡ് പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ബയോളജിക്കൽ കൺട്രോൾ വീഡ് എന്ന് പറയാം. നമ്മൾ ബയോളജിക്കൽ ഏജൻസി യൂസ് ചെയ്തിട്ട്, അതായത് ഇൻസെക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫ് സ്പീഷീസിനെ യൂസ് ചെയ്തിട്ട് ഒരു വീടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബയോളജിക്കലി കൺട്രോൾ ചെയ്തിട്ടുള്ള വീഡ് എന്ന് പറയുന്നത് ഏതാണെന്ന ക്വസ്റ്റ്യൻ. അതൊന്ന് പഠിക്കുക. ലാൻറ്റേന ക്യാമറ. നമ്മൾ പല ഇതിലും ഈ ഒരു വീടിന്റെ പേര് കേട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേര് ചിലപ്പോൾ ഇപ്പം ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഈ ലാൻറ്റേന ക്യാമറ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബയോളജിക്കലി കൺട്രോൾഡ് വീഡ്. ഇനി അങ്ങോട്ടുള്ളതാണ് കുറച്ചും കൂടി ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്ട് വരുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു ബേസിക്സ് ആയിരുന്നു. നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ആസ്പെക്ടിൽ വരുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കിപ്പോവാം. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് വീഡ് മാനേജ്മെന്റിനെ പറ്റിയിട്ടും എങ്ങനെ നമുക്ക് വീഡ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പൊ വീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതൊരു ക്രോപ്പിന്റെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വീഡ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആ ഒരു പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വീഡ് മാനേജ്മെന്റിനാണ് വരുന്നത്. ഈ വീഡിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, നമ്മുടെ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാക്കും ഈ വീഡ്സ്, അല്ലെ? ആ ഒരു പ്ലാന്റിന് ശരിക്കും നമുക്ക് വേണ്ട പ്ലാന്റിന് കിട്ടേണ്ട ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ഈ ഒരു വീഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരുപാട് നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കാൻ ഈ ഒരു വീടിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? വീഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ക്രോപ്പ്. സോ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ വീഡ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്
For designing any weed control program in a given area, one must know the nature and habitat of weed in that area and how they react to the environment changes and how they respond to the herbicide. Okay, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീടിന്റെ നേച്ചർ, അതുപോലെ ആ ഒരു ഹാബിറ്റാറ്റ്, അത് എങ്ങനെ ഓരോ എൻവയൺമെന്റിനോട് റെസ്പോണ്ട് ചെയ്യും, അത് ഓരോ ഹെർബിസൈഡിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് വീഡ് കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്: പ്രിവെൻഷൻ, ഇറാഡിക്കേഷൻ, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. പ്രിവെന്റീവ് വീഡ് കൺട്രോൾ. പ്രിവെന്റീവ് വീഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മള് ആ വീട് നമ്മുടെ ഫീൽഡിൽ വരുന്നതിൽ നിന്ന് നമ്മൾ പ്രിവെന്റ് ചെയ്യാം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. Okay, so it is a long-term planning so that the weed could be controlled or managed more effectively and economically than is possible where these are allowed to disperse freely. Okay, അത് വളരുന്നതിൽ നിന്ന് നമ്മൾ പ്രിവെന്റ് ചെയ്യാതെ അത് ഫ്രീലി ഡിസ്പോസ് ആവുന്നതിൽ നിന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഈ പ്രിവെന്റീവ് കൺട്രോൾ മെഷേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അവോയ്ഡ് യൂസിങ് ക്രോപ്പ് ദാറ്റ് ആർ ഇൻഫെസ്റ്റഡ് വിത്ത് വീഡ് സീഡ് ഫോർ സോയിങ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ സോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സീഡ്സ് അതിൽ ഒരു തരത്തിലുള്ള വീടും ഇൻഫെസ്റ്റഡ് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, നമ്മള് സോ ചെയ്യേണ്ട സീഡില് വീഡ് ഇൻഫെസ്റ്റേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ഒരു സീഡ് മാത്രം നമ്മൾ സോ ചെയ്യാന്നുള്ളതാണ് ബേസിക് കാര്യം, ഫസ്റ്റ് കാര്യം. പിന്നെന്താണ്, അവോയ്ഡ് ഫീഡിങ്, സ്ക്രീനിങ്സ് ആൻഡ് അതർ മെറ്റീരിയൽ കണ്ടെയ്നിങ് വീഡ് സീഡ് ടു ദ ഫാം ആനിമൽ. ഓക്കെ, നമ്മൾ ഫാം ആനിമൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മള് ഈ ഫാം ആനിമൽസിന് നമ്മൾ ഫോഡർ കൊടുക്കുന്ന കാര്യം. അപ്പൊ ആ സമയത്തും ഈ ഫോഡർ കൊടുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും വീഡ് മിക്സ് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ് വൺ, അവോയ്ഡ് ആഡിങ് വീഡ് ടു ദ മെന്യൂർ പിറ്റ്. നമ്മൾ മെന്യൂർ പിറ്റ് ഒക്കെയാണ് കാര്യം, നമ്മൾ അതിൽ പക്ഷെ പോയിട്ട് വീട് ഇട്ട് കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അതിങ്ങനെ ഇൻഫെസ്റ്റ് ചെയ്ത് കളയും. അപ്പൊ നമ്മൾ മാനുവർ പിറ്റ് ആണെന്നും പറഞ്ഞിട്ട് അതിൽ പോയിട്ട് വീടൊന്നും ഇടാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഫാമിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ക്ലീൻ ദ ഫാം മെഷീനറി thoroughly before moving it from one field to another. This is particularly important for സീഡ് ഡ്രിൽ. ഓക്കെ, നമ്മൾ പല ഫാം മെഷീൻസും കാണാറുണ്ട്, വളരെ കോമൺ ആയിട്ട് ഇപ്പം ബ്രഷ് കട്ടേഴ്സ് ഒക്കെ കാണാറുണ്ട് അല്ലെ, പുല്ല് വെട്ടുന്ന മെഷീനൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മെഷീൻ തന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഈ എന്തെങ്കിലും പാർട്സിൽ, അതിന്റെ ആ ഡ്രിൽ സൈറ്റ്സിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട് പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഫീൽഡിലേക്ക് അങ്ങനെ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഫീൽഡിൽ നിന്ന് വേറെ ഫീൽഡിലേക്ക് നമ്മുടെ ഫാം എക്വിപ്മെന്റ് മൂവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും അതുപോലത്തെ റെമിനൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. Then avoid the use of gravel, sand and soil from weed infested. Okay, നമ്മള് വീഡ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള സോയിലോസ്, ഗ്രാവൽ സാൻഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം അതിലൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതിന്റെ ചെറിയ എമൗണ്ട് ഓഫ് സീഡ്സ് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഇൻസ്പെക്ട് ദ നഴ്സറി സ്റ്റോക്ക് ഫോർ പ്രസന്റ് ഓഫ് വീഡ് സീഡ്ലിംഗ്, ട്യൂബർ, റൈസോം എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നഴ്സറി ഉണ്ടാക്കിയിട്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നഴ്സറി സ്റ്റോക്കിൽ ഈ പറഞ്ഞ പോലെ വീടിന്റെ കണ്ടന്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നോക്കുക. Keep irrigation channel, fence line and uncropped areas clean. ചിലപ്പോൾ ഇറിഗേഷൻ ചാനൽ വഴി നമ്മൾ കാണാറില്ല, ചാലിപ്പിരിട്ടൊക്കെ നമ്മൾ കാണാറില്ല, ചിലപ്പോൾ അതിലൂടെ ഇങ്ങനെ ഒഴുകി വരാം വീടൊക്കെ. അപ്പൊ നമ്മൾ അതൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വെക്കുക. Then use vigilant. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കുക. ഇൻസ്പെക്ട് യുവർ ഫാം ഫ്രീക്വന്റ്ലി ഫോർ എനി സ്ട്രേഞ്ച് ലുക്കിംഗ് വീഡ് സീഡ്ലിംഗ്. അതിന്റെ തുടക്കത്തിലെ നമ്മൾ അതിനെ നുള്ളിക്കളയുക. Destroy such patches of a new weed by digging deep and burning the weed along with its root. Sterilize the spot with a suitable chemical. In case നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു വീടിനെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളെ ഫാമിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ജസ്റ്റ് അതിന്റെ മുകളിൽ നിന്ന് പറിച്ചു കളയുന്നതിന് പകരം നമ്മൾ ഡീപ്പായിട്ട് ഡിഗ് ചെയ്ത് അവിടെ നിന്നുള്ള ഇതിന്റെ കംപ്ലീറ്റ് റെമിനൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവിടെ ബേൺ കൂടെ ചെയ്യുക. ഓക്കെ, അതിന്റെ ഒരു കണ്ടന്റും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ അവിടെ ബേൺ കൂടെ ചെയ്യുക. ആൻഡ് ഫൈനലി സ്റ്റെറിലൈസ് ദ സ്പോട്ട് വിത്ത് എ സൂട്ടബിൾ കെമിക്കൽ. Finally, quarantine regulations are available in almost all countries to deny the entry of weed seed and other propagules into the country through airport and shipyard. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഏലിയൻ വീഡ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എക്സോട്ടിക് വീഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ഇൻഡിജീനിയസ് അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന വീഡ്സ്, അപ്പൊ അങ്ങനെ പുറമേ ഒരു വീട് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതിനുള്ള റെഗുലേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. ഈ വീഡ് ഫ്രീ ക്രോപ്പ് സീഡ്, last point ആണ് separating the crop seed from admixture of crop and wheat seed using physical differences like size, shape, color, weight, texture and electrical property. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ക്രോപ്പ് സീഡിൽ ചിലപ്പോൾ വീട് മിക്സ് ആയിട്ട് വരാം. അതുണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീടിനെയും നമ്മുടെ ക്രോപ്പിനെയും നമ്മുടെ സീഡിനെയും വീടിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
സീഡിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വീടാണ്. അപ്പൊ അതിനെ നമ്മളിന്ന് മാറ്റാം. ഇനിയുള്ളതാണ് ഇറാഡിക്കേഷൻ. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ വീഡ് കൺട്രോൾ ഇസ് റയർലി അച്ചീവ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമുക്ക് ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാന്നുള്ള കാര്യം ഇറ്റ് ഇസ് വെരി റയർ. So eradicate എന്ന് പറഞ്ഞാൽ it infers that a given weed species, its seeds and vegetative part has been killed or completely removed from a given area, and that weed will not reappear unless reintroduced to that area. നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി നമ്മൾ കളയുക എന്നുള്ളതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. പറയുമ്പോൾ ഇറാഡിക്കേഷൻ ഒക്കെ പറയുമെങ്കിലും ഇറ്റ് ഇസ് നോട്ട് 100% പോസിബിൾ. പിന്നെയുള്ളതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ മെത്തേഡ് ദ വീഡ് ഇസ് സെൽഡം കിൽഡ് ബട്ട് ദ ഗ്രോത്ത് ഇസ് റെസ്ട്രിക്റ്റഡ്. ഇതാണ് പ്രാക്ടിക്കലി കുറച്ചുകൂടി നടക്കുന്ന കാര്യം. നമുക്ക് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല, പക്ഷെ അതിന്റെ ഗ്രോത്തിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്താ നമ്മുടെ മെയിൻ ക്രോപ്പിന് ഒരു നോർമൽ വീഡും കിട്ടും. Then we should do proper weed management. Weed management എന്ന് പറഞ്ഞാൽ എന്താണ്? It is the weed control aims at only putting down the weed present by some kind of physical or chemical means, while weed management is a system approach whereby whole land use planning is done in advance to minimize the very invasion of weed in aggressive form and give the crop plant a strongly competitive advantage over the weed. എത്ര നേരം നമ്മൾ വീഡ് കൺട്രോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ഓർ കെമിക്കൽ മീൻസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തതാണ്. പക്ഷെ വീഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു ബ്രോഡ് അപ്രോച്ച് ആണ്. നമ്മൾ കംപ്ലീറ്റ് ലാൻഡ് യൂസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വീടിന്റെ ഇൻവേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എല്ലാ മെഷേഴ്സും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ വീഡ് മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ വീഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു കൾച്ചറൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ഇനി നമ്മൾ വരുന്ന സ്ലൈഡുകൾ പഠിക്കും വീഡ് കൺട്രോളിന്റെ കൾച്ചറൽ മെത്തേഡ്. ആരോ ഒന്ന് സംസാരിക്കുന്നുണ്ടോ? ഓർ ആരോ അറിയാതെ അൺമ്യൂട്ട് ആയി പോയോ? Okay, so every method of weed control, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൾച്ചറൽ മെത്തേഡ് ആയിക്കോട്ടെ, ഫിസിക്കൽ മെത്തേഡ് ആയിക്കോട്ടെ, കെമിക്കൽ മെത്തേഡ് ആയിക്കോട്ടെ, ബയോളജിക്കൽ മെത്തേഡ് ആയിക്കോട്ടെ, അതിന് ഓരോ മെത്തേഡിനും അതിന്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. So there is no single method which is said to be completely successful in all weed situation. Okay, പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഈ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് കമ്പൈൻ ചെയ്തിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു വീഡ്സിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതലോ കൺട്രോൾ മെഷേഴ്സ് നമ്മുടെ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഏതൊക്കെയാണ് മെക്കാനിക്കൽ വീഡ് കൺട്രോൾ മെത്തേഡ് എന്നുള്ളത് നോക്കാം. Mechanical or physical method of weed control, they are employed ever since man began to grow crop. Mechanical method of weed control includes tillage, hoeing, hand weeding, digging, sickling, mowing, burning, flooding, mulching, etc. അതിൽ tillage, നമ്മൾ tillage ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് tillage എന്ന് പറയുന്നത്? ഓക്കെ, tillage അല്ലെങ്കിൽ tilth, നമ്മൾ മണ്ണ് ജസ്റ്റ് ഒരു ടോപ്പ് സോയിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് വഴി എന്താണ് നമ്മുടെ വീഡ്, it will remove the weed from the soil resulting in their death. Okay, നമ്മൾ tillage എന്ന് പറഞ്ഞാൽ we are just എന്താണ് മിക്സിംഗ് ഓഫ് ദ ടോപ്പ് സോയിൽ. ഓക്കെ, നമ്മൾ ഒരു ഇളക്കം കൊടുക്കുക ചെയ്യുന്നത് ആ ടോപ്പ് സോയിൽ. അപ്പൊ അതുവഴി എന്താണ് നമ്മുടെ വീഡ് ഡെത്ത് ആയി പോകും. It may weaken the plant through injury of root and stem pruning, reducing their competitiveness or regenerative capacity. നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൂൾ വെച്ചിട്ട് അതിന്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇഞ്ചുറീസ് വരികയും ആ ഒരു വീടിന്റെ ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഹോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോയിങ്. ഹോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൂൾ which is again used appropriately and widely as a weeding tool for century. Okay, ഹോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വീഡിംഗ് ടൂൾ. ഈ വീഡിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡ് കൺട്രോൾ ചെയ്യാം. It is, however, still a very useful implement to obtain result effectively and cheaply. പിന്നുള്ളതാണ് ഹാൻഡ് വീഡിംഗ്. ഹാൻഡ് വീഡിംഗ് നമ്മൾ മുന്നേ എപ്പോഴും പറഞ്ഞു, ഫിസിക്കൽ മെത്തേഡ് ഓഫ് റിമൂവൽ. ജസ്റ്റ് നമ്മൾ ആ നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീടിനെ പുൾ ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാൻഡ് വീഡിംഗ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വി കൻ ഓൾസോ യൂസ് എക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ്സ് ലൈക്ക് സിക്കിൾ, നമ്മുടെ അരിവാൾ പോലത്തെ ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ടും ഈ പറഞ്ഞ ഹാൻഡ് വീഡിംഗ് ചെയ്യാം. അല്ലെങ്കിൽ we can also use kurpi. Kurpi is another implement which can be used for hand weeding. പിന്നെ ഉള്ളതാണ് ഡിഗ്ഗിങ്. ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ യൂസ്ഫുൾ മെത്തേഡ് ഇൻ കേസ് ഓഫ് പെരിനിയൽ വീഡ് to remove the underground propagating part of weed from the deeper layer of soil. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ റൂട്ട് ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ടോപ്പ് നിന്ന് പ്ലക്ക് ചെയ്യുന്നതിന് പകരം ഡെപ്തിൽ പോയിട്ട് ഇൻക്ലൂഡിംഗ് അതിന്റെ റൂട്ട് ആൻഡ് അതർ പാർട്സിനെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഗ്ഗിങ് എന്ന് പറയുന്നത്. സോ ഡിഗ്ഗിങ് can also be used for doing weed control. Then we have got sickling and mowing. Okay, നമ്മൾ അതും ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. മൂവിങ്ങിനെ പറ്റി, മൂവേഴ്സിനെ പറ്റിയൊക്കെ ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. സോ മൂവിംഗ് എന്ന് പറയുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ മൂവേഴ്സ് can be used to remove weed mainly in roadsides and in lawns. Sickling can also be done. Sickling എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്കിളിന്റെ സഹായത്തോടെ, നമ്മുടെ അരിവാളിന്റെ സഹായത്തോടെ ആ ഒരു വീടിന്റെ ടോപ്പ് ഗ്രോത്തിനെ
റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടോപ്പ് ഗ്രോത്ത് റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, സീഡ് പ്രൊഡക്ഷൻ കുറയും, അതുപോലെ സ്റ്റാർവിംഗ് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയും നമുക്ക് വീടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള കോമൺ മെത്തേഡ് ആണ് ബേണിംഗ് എന്ന് പറയുന്നത്. ബേണിംഗ് എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഈ വീടിനെ കളക്ട് ചെയ്തിട്ട് അതിനെ കത്തിച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ റെമനൻസിനൊക്കെ കത്തിച്ച് കളയുന്നതിനാണ് നമ്മൾ ബേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ കോമൺലി റൈസിലൊക്കെ കാണാം ഫ്ലഡിങ്, വെള്ളം ഇങ്ങനെ കളം കെട്ടി നിൽക്കുന്ന പോലെ ഫീൽഡിൽ നിൽക്കുന്നത് കണ്ടില്ലേ, അപ്പൊ അതിനാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ എന്താണ്, അവിടെ ആ പ്ലാന്റിന്റെ ഓക്സിജൻ അവൈലബിലിറ്റി കുറയും. ഓക്കെ, so this method of flooding can kill the oxygen availability of plant and thereby it can help in the submergence of weed for long period. അങ്ങനെ നമുക്ക് weeds-നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. Then we have cultural weed control. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വീഡ് കൺട്രോൾസിനെ പറ്റിയിട്ടാണ്. നമുക്കുള്ളത് നെക്സ്റ്റ് വൺ കൾച്ചറൽ വീഡ് കൺട്രോൾ ആണ്. കൾച്ചറൽ വീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, again several cultural practices like tillage, planting, fertilizer application, irrigation are employed for creating favorable conditions for the crop. These practices, if used properly, can help in controlling weed. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഫീൽഡ് പ്രിപ്പറേഷൻ ചെയ്യാം, സമ്മർ ടില്ലേജ് ചെയ്യാം, മെയിൻ്റെനൻസ് ഓഫ് ഒപ്റ്റിമം പ്ലാന്റ് പോപ്പുലേഷൻ, ഇതൊക്കെയാണ് കൾച്ചറൽ വീഡ് കൺട്രോൾ വരുന്നത്. ഫീൽഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മുടെ ഫീൽഡിനെ വീഡ് ഫ്രീ ആക്കി വെക്കുക. അതായത് ഫ്ലവറിംഗ് ഓഫ് വീഡ്സിനെ നമ്മൾ അലൗ ചെയ്യാൻ വേണ്ടി പാടില്ല. ദിസ് ഹെൽപ്പ് ഇൻ പ്രിവെന്റിംഗ് ദ ബിൽഡപ്പ് ഓഫ് വീഡ് സീഡ് പോപ്പുലേഷൻ. പിന്നെയുള്ളതാണ് സമ്മർ ടില്ലേജ്. Summer tillage എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് സമ്മർ ടില്ലേജ് ഓർ ഓഫ് സീസൺ ടില്ലേജ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ effective cultural method to check the growth of perennial weed population in crop cultivation. Summer tillage എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫീൽഡിനെ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ അവിടെയുള്ള വീഡ്സിനെ റിമൂവ് ചെയ്യുന്നതിനാണ് സമ്മർ ടില്ലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫ് സീസൺ ടില്ലേജ് എന്നൊക്കെ പറയുന്നത്. Then we have maintenance of optimum plant population. അതായത് lack of adequate plant population is prone to heavy weed infestation which become difficult to control later. Then നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ the possibility of certain weed species or group of species occurring is greater if the same crop is grown year after year. Okay, നമ്മൾ ഒരേ ക്രോപ്പാണ് എല്ലാ വർഷവും ആ ഫീൽഡിൽ ഉള്ളതെങ്കിൽ അവിടെ ആ ക്രോപ്പിന്റെ കൂടെ ഈ വീട് ഭയങ്കര സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് പകരം ഒരു ക്രോപ്പിന് ഒരു സീസണിൽ ഇട്ടു, നെക്സ്റ്റ് സീസണിൽ വേറെ ക്രോപ്പിന് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിന് അത്രത്തോളം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കില്ല. അങ്ങനെ അതുവഴി ഇറ്റ് വിൽ ഡിസിൻറ്റഗ്രേറ്റ്. പിന്നെ അതാണ് ഗ്രോയിങ് ഇന്റർക്രോപ്പ്. ഓക്കെ, ഇന്റർക്രോപ്പിംഗ് അതും again it can suppress the weed better than sole cropping and thus provide an opportunity to utilize crops themselves as tool of weed management. ഓക്കെ, ഒരു ക്രോപ്പിന് പകരം പല ക്രോപ്പ് ഇട്ട് കഴിഞ്ഞാലും അത് വീഡ്സിനെ സപ്രസ് ചെയ്യും. പിന്നെ അതാണ് മൾച്ചിങ്. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ പ്രൊട്ടക്റ്റീവ് കവർ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും മൾച്ചസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചാപ്പൊക്കെ വിരിച്ച് കണ്ടിട്ടുണ്ടാവും ചില ഏരിയാസിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക, ആ ഒരു ടോപ്പ് ലെയറിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുക്കുക, സോയിൽ സർഫസിൽ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് മൾച്ചിങ് എന്ന് പറയാം. നോർമലി നിങ്ങൾ ചില ഫീൽഡിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ റിവർ സൈഡിലൊക്കെ കാണാറുണ്ട് ഈ മൾച്ചിങ് ചെയ്യുന്നത്, ചാക്കോ അല്ലെങ്കിൽ ചകിരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ചിട്ട് ഒരു കവർ കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവർ, ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ടോപ്പ് സർഫസ് ഓഫ് സോയിൽ കവർ ചെയ്യുന്നതിനാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. മൾച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റ് ഒന്നും ആ ക്രോപ്പിന് എത്തില്ല, ആ ഒരു വീഡിലേക്ക് എത്തില്ല. അങ്ങനെ അതിന്റെ ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ എഫക്ട് ആവുകയും അതിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആവുകയും ചെയ്യുകയാണ് ഈ മൾച്ചിങ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത്. സോ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് നമ്മൾ സോയിൽ സർഫസിൽ കൊടുക്കുന്നതിനാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് വീഡ് ബൈ making the weed competitive to get any kind of light and can limit the photosynthetic activity of the weed. പിന്നെയുള്ള മെത്തഡാണ് സോളറൈസേഷൻ എന്ന് പറയുന്നത്. സോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വീടിനെ ഡെസിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് സോളറൈസേഷൻ എന്ന് പറയുന്നത്. Okay, this is another method of utilization of solar energy for the desiccation of weed. Okay, നമ്മളൊരു സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സോയിൽ ടെമ്പറേച്ചർ എഗെയിൻ ഒരു 5 to 10 ഡിഗ്രി സെൽഷ്യസ് അധികമാക്കുകയാണ് ചെയ്യുന്നത്. By covering a pre-soaked fallow field with thin transparent plastic sheet, ഒരു thin transparent plastic sheet വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ 5 to 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ടെമ്പറേച്ചർ ഉയർത്തി കൊണ്ടുവരികയാണ് സോളറൈസേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോളാർ എനർജിയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സ്റ്റെയിൽ സീഡ് ബെഡ്. സ്റ്റെയിൽ സീഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിയർ the stale seedbed is one where initial 1 or 2 flushes of weed are destroyed before planting a crop. നമ്മളൊരു ക്രോപ്പിനെ ശരിക്കും പ്ലാന്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു റൗണ്ട് അതിലെ വീടിനൊക്കെ നമ്മൾ ഫ്ലഷ് ഓഫ് ചെയ്യും. പിന്നെ എഗെയിൻ നമ്മൾ ഒരു സൈക്കിളും കൂടെ എഗെയിൻ ഈ പിന്നെ വന്ന വീഡ്സിനെ എഗെയിൻ നമ്മളൊന്നും കൂടെ
ഫ്ലഷ് ഓഫ് ചെയ്യും. എന്നിട്ടേ നമ്മൾ സീഡ് അല്ലെങ്കിൽ പ്ലാന്റിങ് ചെയ്യാൻ വേണ്ടി പോവുള്ളൂ. അപ്പൊ അതിനാണ് സ്റ്റേൽ സീഡ് ബെഡ് എന്ന് പറയുന്നത്. This is achieved by soaking a well-prepared feed with either irrigation or rain and allowing the wheat to germinate. Okay, അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ റെയിൻ വാട്ടർ വെച്ചിട്ട് സോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇറിഗേഷൻ വെച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. Then we have blind tillage. Blind tillage എന്ന് പറഞ്ഞാൽ tillage of soil after sowing a crop before the crop plant emerge is known as blind tillage. നമ്മൾ ക്രോപ്പിനെ സോ ചെയ്തു, പക്ഷെ ഈ പ്ലാന്റ് ഒന്നും എമർജ് ആയിട്ടില്ല. ആ സമയത്ത് നമ്മൾ ടില്ലേജ് ചെയ്യുന്നതിനാണ് ബ്ലൈൻഡ് ടില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അഗൈൻ ക്രോപ്പ് മാനേജ്മെന്റ് പ്രാക്ടീസസും വീഡ് കൺട്രോളിന് ഒരു ബിഗ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ക്രോപ്പ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഹെൽപ്പ് ഇൻ ദി weed management. Vigorous and fast-growing crop varieties are better competitors with weeds. ഇതിലാണ് കെമിക്കൽ കൺട്രോൾ. കെമിക്കൽ കൺട്രോൾ ആണ് ഹെർബിസൈഡും കാര്യങ്ങളും വരുന്നത്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഹെർബിസൈഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഹെർബിസൈഡിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഇത് തന്നെ നമുക്ക് എന്താ പറയാ വലിയൊരു ടോപ്പിക് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹെർബിസൈഡ്സിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഹെർബിസൈഡ്സ് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ റൈസിന്റെ കേസിൽ കുറച്ചെണ്ണത്തിന്റെ പേര് പറഞ്ഞില്ല, നിലോഫസ്, ബ്യൂട്ടാക്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചെണ്ണം പറഞ്ഞില്ലേ. അതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങളും അതിന്റെ ആപ്ലിക്കേഷൻ റേറ്റും ക്ലാസിഫിക്കേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കെമിക്കൽ കൺട്രോൾ ഉണ്ട്. ഹെർബിസൈഡ് എന്താണെന്ന് മാത്രം ഒന്ന് തൽക്കാലം ഈ ഒരു ക്ലാസ്സിൽ എത്രയും ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 1-2 ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ വരുന്ന ക്വസ്റ്റ്യൻസിൽ കേട്ടോ. സോ യൂസിങ് കെമിക്കൽ ജനറലി റെഫർ ടു ആസ് ഹെർബിസൈഡ്. We can go for the control of weed. It is known as chemical weed control. Okay, chemical weed control നമ്മൾ herbicide ആണ് യൂസ് ചെയ്യുന്നത്. In 1944, discovery of 2,4-D sodium salt as a landmark in herbicide usage. ബയോളജിക്കൽ കൺട്രോൾ again ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ലൈവ് ഓർഗാനിസം, അതായത് ഇൻസെക്ടോ അല്ലെങ്കിൽ ഡിസീസ് ഓർഗാനിസംസോ ഹെർബിവോറസ് ആയിട്ടുള്ള ഫിഷോ സ്നെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീവ് പ്ലാന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വീഡ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയും. ഇൻ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഇറാഡിക്കേറ്റ് വീഡ്. ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാന്നുള്ളത് ബയോളജിക്കൽ മെത്തേഡിൽ പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് വീടിന്റെ പോപ്പുലേഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് നോട്ട് യൂസ്ഫുൾ ടു കൺട്രോൾ ഓൾ ടൈപ്പ് ഓഫ് വീഡ്. ഓക്കെ, എല്ലാ വീടിനും നമുക്ക് ബയോളജിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻട്രൊഡ്യൂസ്ഡ് വീഡ് ആർ ബെസ്റ്റ് ടാർഗറ്റ് ഫോർ ബയോളജിക്കൽ കൺട്രോൾ. Finally, we have integrated weed management. Integrated weed management എന്താ, പേരിലുള്ള പോലെ തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, പല കാര്യങ്ങളും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മെക്കാനിക്കൽ, കെമിക്കൽ, കൾച്ചറൽ, ഈ പറഞ്ഞ എല്ലാ കൺട്രോൾ നമ്മൾ ഒരുപാട് കൺട്രോൾ മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു വീഡ് കൺട്രോൾ. അപ്പൊ ഇതിലെല്ലാത്തിന്റെയും ഒരു സമ്മപ്പിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് വീഡ് മാനേജ്മെന്റ്. Okay, so integrated weed management may be defined as the combination of 2 or more weed control methods at low input level to reduce weed competition in a given cropping system below the economical threshold level. Okay, നമ്മൾ ചെറിയ രീതിയിൽ ഈ എല്ലാ കൺട്രോൾ മെത്തേഡ്സും കൊടുക്കുകയാണ്, അങ്ങനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് ചെയ്യുന്നത്. It is proved to be a valuable concept in few cases, though much is still to be done to extend it to the small farmers level. Integrated weed management approach aim at minimizing the residue problem in plant, soil, air and water. Integrated weed management involves the utilization of a combination of notia pointer, nalamata pointer. It is a combination of mechanical, chemical and cultural practices of weed management in a planned sequence so designed as not to affect the ecosystem. The nature and intensity of the species to be controlled, the sequence of crop that are raised in the rotation, the standard of crop husbandry and the ready and timely availability of any method and the economic of different weed management techniques are some of the potent considerations that determine the success for the exploitation of integrated weed management approach. അപ്പൊ അല്ല നാലാമത്തെ പോയിന്റ് മാത്രം കാര്യമായിട്ട് നോക്കുക, ബാക്കിയൊക്കെ സ്റ്റോറീസ് ആണ്. Then next question. Again, നമുക്ക് ഈ ഒരു കൺട്രോളിന്റെ ബേസിസിലാണ് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതായിരിക്കും കുറച്ചും കൂടി എഞ്ചിനീയറിംഗ് സൈഡിൽ വരുന്നത്. ഈ ഒരു കണ്ടന്റ് ഒക്കെയാണ്. Dredging is the most effective treatment for controlling which of the following? Parasitic weedsനാണോ, ലാന്റേന, അഗ്രേസ്റ്റൽസ്, അക്വാട്ടിക് വീഡ്, ഇതിൽ ഏത് വീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രെഡ്ജിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് അക്വാട്ടിക് വീഡ്സ് ആണ്. ഡ്രെഡ്ജിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അത് നമ്മൾ അക്വാട്ടിക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിനാണ് ഡ്രെഡ്ജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് മെത്തേഡ് പറഞ്ഞു. ഹാൻഡ് വീഡിങ്, നമ്മൾ വെറുതെ പറിച്ചിടുന്ന പരിപാടിനെ ഹാൻഡ് വീഡിങ് പഠിച്ചു. ഹോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് ഹോയിങ് പറഞ്ഞു.
ഡിഗിങ് പഠിച്ചു, മൂവിങ് പഠിച്ചു. അപ്പൊ അതിന്റെയൊക്കെ സിമ്പിൾ അഗൈൻ റിപ്പീറ്റഡ് നോട്ട്സ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ് കണ്ടപ്പം. അതുപോലെ കട്ടിങ് പഠിച്ചു. അതിൽ നമ്മൾ മിസ്സായി പോയത് ബേണിംഗ് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പഠിക്കാത്ത ഒരു കാര്യമായിരുന്നു ഡ്രെഡ്ജിങ് ആൻഡ് ചെയിനിങ്. ഈ ഡ്രെഡ്ജിങ് ആൻഡ് ചെയിനിങ് ഈ രണ്ട് മെത്തേഡും അക്വാട്ടിക് വീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പൊ ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയാ, ആ പേരിനെ നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, നമ്മൾ അക്വാട്ടിക് വീഡിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണെന്ന് അല്ലെ. ഡ്രെഡ്ജിങ് ഇസ് ദ റിമൂവിംഗ് ഓഫ് വീഡ് അലോങ് വിത്ത് ദ റൂട്ട് ആൻഡ് റൈസോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ ഫോഴ്സസ്. ഓക്കെ, അതിനാണ് നമ്മൾ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു വീടിനെ അതിന്റെ റൂട്ടും റൈസോമും അടക്കം റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ചെയിനിങ്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് വീഡ്സിനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡും അക്വാട്ടിക് വീഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വീഡിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ചെയിനിങ് യൂസ് ചെയ്യാം. അല്ലാതെയുള്ള അക്വാട്ടിക് വീഡ്സിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഡ്രെഡ്ജിങ്ങും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഫ്ലോട്ടിംഗ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, അതായത് ചെയിനിങ്ങിൽ എന്താ ചെയ്യുന്നത്, a very heavy chain is pulled over the water body to collect the weed. ഓക്കെ, ഒരു ഹെവി ചെയിൻ ഇട്ടിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന വീഡ്സിനൊക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹാൻഡ് വീഡിങ്ങും ഹാൻഡ് ഹോയിങ്ങും ഡിഗിങ്ങും മോയിങ്ങും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ് കണ്ടപ്പോൾ ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്ന് വായിച്ചു നോക്കാം, ഞാൻ ഇനി അത് പറഞ്ഞിരിക്കുന്നില്ല കേട്ടോ. പിന്നുള്ളതാണ് ബേണിംഗ് ആൻഡ് ഫ്ലെയിമിങ്, അതും നമ്മൾ പറഞ്ഞതാണ്. മൾച്ചസ്, അതും നമ്മൾ പറഞ്ഞതാണ്. മൾച്ചിങ് നമ്മൾ പറഞ്ഞു. പിന്നെ ഫ്ലഡിങ് ഇസ് എൻ എഫക്റ്റീവ് സ്ട്രാറ്റജി ടു കൺട്രോൾ. ഇതിൽ ഏത് വീടിനെ കൺട്രോൾ ചെയ്യാൻ ഫ്ലഡിങ് ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ഈ ഒരു ആൻസർ? അപ്പൊ ഈ ആൻസർ ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും. ഞാൻ രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞതൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസർ പറയാം. ഫ്ലഡിങ് ഞാൻ പറഞ്ഞു, നമ്മള് റൈസ് ഫീൽഡിലാണ് കൂടുതലായിട്ടും ഫ്ലഡിങ് കാണാറ് എന്ന് പറഞ്ഞു അല്ലെ. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് എപ്പോഴും റൈസ് ഫീൽഡ്, പാഡി ഫീൽഡിലാണ് കാണാറ്. അപ്പൊ പാഡി ഫീൽഡിൽ വരുന്ന ഒരു വീടിനെ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് അറിയാം. ഇതിൽ ഏതാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എവേന ലുഡോവിസിയാന. ഓക്കെ, എവേന ഫെറ്റുവോ ഒക്കെ നമ്മൾ റൈസ് ഫീൽഡിൽ ഒരു വീടാണെന്ന് കണ്ടു. ആ ഒരു പേര് കണക്ക് എവേന എന്ന് പറയുന്ന സ്പീഷീസ് റൈസിൽ വരുന്നതാണെന്ന് അറിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കൊടുക്കാം. നമുക്ക് എവേന ലുഡോവിസിയാനയാണ് എന്നുള്ളത് അല്ലെ. സ്വർഗം എന്നുള്ളത് നമുക്ക് ആ സ്പീഷീസ് സ്വർഗം വരുന്നതല്ല ഫ്ലഡിങ്, നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ പാഡിയിൽ വരുന്നതാണ് എവേന എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. Okay, so flooding is successful against weed species sensitive to longer period of submersion in water. നമ്മൾ പറഞ്ഞതാണ് flooding എന്താണ് ചെയ്യുന്നത്? It is reducing the oxygen availability for plant growth. The success of flooding depend upon the complete submergence of weed for longer period. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, the first rule for weed prevention. വീഡ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട റൂൾ എന്താണ്? റെഗുലർ സർവേ ടു ഐഡന്റിഫൈ ന്യൂ വീഡ്, destruction of weed before they set seed, clean farm equipment and irrigation water. ഇതിൽ ഏതാണ് ഫസ്റ്റ് റൂൾ ഓഫ് വീഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ദ ഫസ്റ്റ് റൂൾ ഫോർ വീഡ് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ക്ലീൻ സീഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ ഫോർ വീഡ് പ്രിവെൻഷൻ. ഇനി എ കമ്പാനിയൻ ക്രോപ്പ്, ഈ പറയുന്നതിൽ ഏതാണ് കമ്പാനിയൻ ക്രോപ്പ് എന്ന് പറയുന്നത്? ഹെയറി വെച്ച്, വിന്റർ റൈ, കൗപി, ഓൾ. ഇതിൽ പറയുന്ന എല്ലാം കമ്പാനിയൻ ക്രോപ്പ് ആണ്. അപ്പൊ കമ്പാനിയൻ ക്രോപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടത്. ഈ ഒരു എക്സാമ്പിൾ പഠിക്കുക എന്നുള്ളതിനെക്കാട്ടുപരി കമ്പാനിയൻ ക്രോപ്പ് എന്താണെന്ന് ആ ഒരു ഡെഫിനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടത്. കമ്പാനിയൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ദാറ്റ് കെൻ ഗ്രോ വെൽ ടുഗെദർ. ഓക്കെ, ഒരു വീട് അല്ലാതെ നമുക്കൊരു 3-4 ക്രോപ്പിന് അല്ലെങ്കിൽ 2-3 ക്രോപ്പിന് ഒന്നിച്ച് നല്ല രീതിയിൽ ഒരുമിച്ച് വളരാൻ പറ്റുമെങ്കിൽ ആ ക്രോപ്പിനെ പറയുന്ന പേരാണ് കമ്പാനിയൻ ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, benefit of planting these different crops together include pest control, pollination, providing ideal habitat for beneficial insects, maximizing the use of space, and generally increase crop productivity. Some of the common companion crop or triads are beetroot, kohlrabi and mint, brinjal, beans and marigold, tomato, basil, coriander, pumpkin, beans, radish, cucumber, radish, cowpea. അപ്പൊ ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിലും കമ്പാനിയൻ ക്രോപ്പ് എന്താണ്, വീഡ് ക്രോപ്പ് എന്താണെന്നുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. നെക്സ്റ്റ്, ഫാമിംഗ് പ്രാക്ടീസ് ഇൻഫ്ലുവൻസിങ് വീഡ് ഫ്ലോറിസ്റ്റിക് ഡൈവേഴ്സിറ്റി. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ഒമിറ്റ് ചെയ്തതായിരുന്നു.
പ്രാക്ടീസസ് യൂസിങ് ഡയറക്റ്റ് റേഡിയന്റ് എനർജി ഓഫ് ദ സൺ. ഇതിൽ ഏത് പ്രാക്ടീസ് ആണ് ഡയറക്റ്റ് റേഡിയന്റ് എനർജി ഓഫ് ദ സൺ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോയിൽ സോളറൈസേഷൻ ആണോ, മൈക്രോവേവ് ആണോ, ഫ്ലെയിമിംഗ് ആണോ, ഓൾ ഓഫ് ദ എബവ് ആണ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സോളറൈസേഷനിലാണ് അല്ലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റേഡിയന്റ് എനർജി യൂസ് ചെയ്തത്. മൈക്രോവേവ് ഒന്നും നമ്മൾ ഫീൽഡിൽ യൂസ് ചെയ്തിട്ടില്ല. ഫ്ലെയിമിംഗ് കത്തിച്ച് കളയുന്ന പരിപാടിയും നമ്മൾ ഡയറക്റ്റ് സണ്ണിന്റെ എനർജി ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഫ്ലെയിമിംഗ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സോയിൽ സോളറൈസേഷൻ ആണ്. പോസ്റ്റ് പ്ലാന്റ് ടില്ലേജ് ഹെൽപ്സ് ഇൻ. നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ടില്ലേജ് ചെയ്യുന്നത് ഇതിൽ ഏതിനാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്? മിക്സിംഗ് ഓഫ് മാന്യൂർ, കൺട്രോൾ ഓഫ് വീഡ്, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, നൺ ഓഫ് ദ അബവ്, ഓൾ ഓഫ് ദ അബവ്. ഓൾ ഓഫ് ദ അബവ്. ഓക്കെ, നമ്മൾ പ്ലാന്റ് ചെയ്തതിനു ശേഷം ടില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് മാന്യൂർ മിക്സ് ചെയ്യാനും വീട് കൺട്രോൾ ചെയ്യാനും സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യും. ഫ്ലഡിംഗ്, a worldwide crop husbandry method of controlling weed which is used in maize, sugarcane, buckwheat, rice, none of the above. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലെ? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. റൈസിലാണ് ഫ്ലഡിംഗ് വരുന്നത്. ഫസ്റ്റ് കെമിക്കൽ ഷോൺ ടു ഹാവ് ഹെർബിസൈഡൽ ആക്ടിവിറ്റി. Which of the following is the first chemical shown to have herbicidal activity? Options തന്നിട്ടുണ്ട്. 2,4-D, Bordeaux mixture, Paraquat, 2,4-DB. ഏതാണ്? Bordeaux mixture ആണ് കേട്ടോ. The herbicidal activity, okay. Herbicidal activity of 2,4-D at the first time was reported by. ഇത് പറയുന്നതിൽ ആരാണ് 2,4-Dക്ക് ഒരു ഹെർബിസൈഡൽ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ള കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കെമിക്കൽ അല്ലെങ്കിൽ ഹെർബിസൈഡ്സിലേക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പോയിട്ടില്ല. അത് കുറച്ചുകൂടി എഗ്രോണമി പാർട്ടിലേക്ക് വരുന്നതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാഞ്ഞത്. അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് സൈഡ് ആണല്ലോ ഈ എക്സാമിന് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ 2,4-Dന്റെ ഹെർബിസൈഡൽ ആക്ടിവിറ്റി ആദ്യം റിപ്പോർട്ട് ചെയ്തത് സിമ്മർമാൻ ആൻഡ് ഹിച്ച്കോക്ക് ആണ്. Effective control of morphological similar Phalaris minor in wheat is achieved with. നമ്മൾ ഫലാരസ് മൈനർ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വീട്ടില്. അപ്പൊ അതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഈ പറയുന്നതിൽ ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുന്നതാണ്? അതും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്. വീറ്റും ഫലാരസ് മൈനറും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കെമിക്കൽ ആഡ് ചെയ്തത്. 2,4-D ആണോ, ഗ്ലൈഫോസേറ്റ് ആണോ, മെറ്റ്സൾഫ്യൂരാൻ മിഥൈൽ ആണോ, ഐസോപ്രോട്യൂരാൻ ആണോ? ആൻസർ ഇസ് ഐസോപ്രോട്യൂരാൻ. ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇതിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ എൻഹാൻസ് ക്രോപ്പ് കോമ്പറ്റിറ്റീവ് എബിലിറ്റി, ഡിക്രീസ് ദ വീഡ് എബിലിറ്റി ടു റെഡ്യൂസ് yield, പ്രാക്ടീസ് ദാറ്റ് എലിമിനേറ്റ് വീഡ് ഫ്രം എൻ ഏരിയ, ബോത്ത് എ ആൻഡ് ബി, ബോത്ത് എ ആൻഡ് സി. ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എൻഹാൻസ് ദ ക്രോപ്പ് കോമ്പറ്റിറ്റീവ് എബിലിറ്റി. അത് ശരിയാണ്. ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ വീഡ്സ് എബിലിറ്റി ടു റെഡ്യൂസ് yield. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? നമ്മൾ ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് ചെയ്തു എന്ന് വെച്ചിട്ട് വീഡിന്റെ എബിലിറ്റി കുറയുന്നൊന്നുമില്ല. സോ ദാറ്റ് ഇസ് നോട്ട് ദെയർ. ദെൻ പ്രാക്ടീസ് ദാറ്റ് എലിമിനേറ്റ് വീഡ് ഫ്രം എൻ ഏരിയ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. A practice that does not necessarily involve tillage. ഇതിൽ ഏത് മെത്തേഡിലാണ് ടില്ലേജ് മസ്റ്റ് ആയിട്ട് ഇല്ലാത്തത്? സമ്മർ പ്ലവിംഗ്. സമ്മർ പ്ലവിംഗിൽ എന്തൊരു ടില്ലേജ് ഉണ്ട്. സ്റ്റെയിൽ സീഡ് ബെഡിലും ടില്ലേജ് ഉണ്ട്. സോയിൽ സോളറൈസേഷനിൽ ടില്ലേജ് വരുന്നില്ല അല്ലെ? സ്റ്റെയിൽ സീഡ് ബെഡ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് 2 റൗണ്ട് ഫ്ലഷ് ചെയ്തത്. വീഡ്സിനെ ഫസ്റ്റ് റൗണ്ട് ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓഫ് വീഡ്സിനെ നമ്മൾ ഫ്ലഷ് ചെയ്യാണ് ചെയ്തത്. സ്റ്റെയിൽ സീഡ് ബെഡിൽ അപ്പം ടില്ലേജ് വരുന്നുണ്ട്. സമ്മർ പ്ലവിംഗിലും വരുന്നുണ്ട്. സമ്മർ പ്ലവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓഫ് സീസൺ പ്ലവിംഗ് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ സോയിൽ സോളറൈസേഷനിൽ നമ്മൾ ടില്ലേജും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് സോളാർ എനർജിനെ ട്രാപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഇസ് സോയിൽ സോളറൈസേഷൻ. Soil solarization increases the temperature by 10 to 12 degrees Celsius, 3 to 4 degrees Celsius, 15 to 16 degrees Celsius, 20 to 22 degrees Celsius. The answer is 10 to 12 degrees Celsius. ചില ബുക്സിൽ 5 to 10 എന്നും കണ്ടിട്ടുണ്ട്. ഒരു 10 എന്നുള്ള ഒരു റേഞ്ച് എന്തായാലും പഠിക്കാം. 10നെ റൗണ്ട് ചെയ്തിട്ടുള്ളത് പഠിക്കുക.
A practice whereby 1 or 2 flushes of weed, നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ, they are destroyed before seeding a crop. ഇതിൽ ഏതാണ്? Cheeling, stale seedbed, shearing, none of the above. Stale seedbedലാണ് കേട്ടോ. ഫസ്റ്റ് 2 റൗണ്ട്സ് നമ്മൾ ഫ്ലഷ് ചെയ്തത് സ്റ്റെയിൽ സീഡ്ബെഡിലാണ്. ചീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിന്റെ മേലുള്ള, അതായത് നമ്മുടെ ഗ്രോ ചെയ്യുന്ന ലാൻഡിന്റെ എബോവിലേക്ക് വരുന്ന വീടിനെ കൺട്രോൾ ചെയ്യുന്നത്, കട്ട് ചെയ്ത് കളയുന്നതിനാണ് നമ്മൾ ചീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ഫ്ലഷ് ഓഫ് വീഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് സ്റ്റെയിൽ സീഡ്ബെഡ് ആണ്. ദ എൻവയൺമെന്റ് ഫ്രണ്ട്ലി വീഡ് കൺട്രോൾ മെത്തേഡ്, ഈ പറയുന്നതിൽ ഏതാണ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി വീഡ് കൺട്രോൾ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കൽ ആണോ, ഫിസിക്കൽ ആണോ, കെമിക്കൽ ആണോ, നൺ ഓഫ് ദ എബവ് ആണ്. ബയോളജിക്കൽ ആണ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി. ഓക്കെ, നമ്മളവിടെ കെമിക്കൽസോ അല്ലെങ്കിൽ വേറെ ഇംപ്ലിമെന്റ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബയോളജിക്കൽ സ്പീഷീസിനെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ബയോളജിക്കൽ. ഇൻ പാഡി ഫീൽഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രോൾ വീഡ് ഇഫക്റ്റീവ്ലി? പാഡി ഫീൽഡിൽ ഈ പറയുന്ന ഏതാണ്? പഡ്ലിംഗ് ആണോ, ട്രാൻസ്പ്ലാന്റിംഗ് ആണോ, മാന്യൂറിംഗ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? പഡ്ലിംഗ് നമുക്കറിയാം പാഡി ഫീൽഡിലുള്ളതാണ്, ട്രാൻസ്പ്ലാന്റിംഗും നമുക്കറിയാം പാഡി ഫീൽഡിലുള്ളതാണ്. മാന്യൂറിംഗ് ഇസ് നോട്ട് ദ ആൻസർ, എ ആൻഡ് ബി ആണ്. പഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലഡിംഗ് പോലെ തന്നെ വെള്ളം എന്താ പറയാ സ്റ്റാഗ്നന്റ് ആയി വെക്കുന്നതാണ് പഡ്ലിംഗ്. ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറി ഉണ്ടാക്കിയിട്ട് നഴ്സറിയിൽ നിന്ന് മെയിൻ ഫീൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്പ്ലാന്റിംഗ്. സോ ഇത് രണ്ടും പാഡി ഫീൽഡിൽ വരുന്നതാണ്. മിമിക്രി വീഡ് ഇൻ റൈസ് ഫീൽഡ്, ഇതിലേതാണ് മിമിക്രി വീൽഡ് ഇൻ റൈസ് ഫീൽഡ്? വൈൽഡ് റൈസ്, എച്ചിനോക്ലോവ കൊളോണ, എച്ചിനോക്ലോവ ഫ്രുസ്ഗാലി, ഓൾ ഓഫ് ദീസ്. ഇതും നമ്മൾ കണ്ടതാണ് അല്ലെ, എല്ലാ പേരും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം റൈസ് ഫീൽഡിൽ വരുന്ന മിമിക്രി വീഡ് ആണ്. മിമിക്രി വീൽഡ് ഇൻ വീറ്റ് ഫീൽഡ്, ഫെലാരസ് മൈനർ, വൈൽഡ് ഓട്ട്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. ഇതും നമ്മൾ കണ്ടതാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസിൽ കണ്ടതാണ്. ഫെലാരസ് മൈനർ റൈസിലും ഉണ്ട്, വീറ്റിലും ഉണ്ട്. വൈൽഡ് ഓട്ട്, എവന ഫറ്റുവ, അതും വീറ്റ് ഫീൽഡിൽ വരുന്ന മിമിക്രി ഗ്രാസ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി. ഹാൻസ് മോളിഷ് ഇസ് അസോസിയേറ്റഡ് വിത്ത്, ഈ പറയുന്ന ഏത് ടേം ആണ് ഹാൻസ് മോളിഷ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ളത്? കോമ്പറ്റീഷൻ, യൂട്രോഫിക്കേഷൻ, എലിലോ മെഡിക്കേഷൻ, എലിലോപ്പത്തി. ഇതിന്റെ കൂടുതൽ ഇതിലേക്കൊന്നും പോണ്ട, ഡയറക്റ്റ് ആൻസറും അത് എന്താണെന്നുള്ളത് മാത്രം അറിയാം. ഹാൻസ് മോളിഷ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എല്ലെലോപ്പത്തി. എല്ലെലോപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫിനോമിനൻ ഓഫ് വൺ പ്ലാന്റ് ഹാവിംഗ് എ ഡെട്രിമെന്റൽ എഫക്ട് ഓൺ അനദർ ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ടോക്സിക് കെമിക്കൽ വിച്ച് ഇസ് ടേംഡ് ആസ് എല്ലെലോപ്പത്തി. ഓക്കെ, ഒരു പ്ലാന്റിന് മറ്റൊരു പ്ലാന്റിന് നമ്മൾ ഡെട്രിമെന്റൽ എഫക്ട് ഉണ്ടെങ്കിൽ ത്രൂ ദ റിലീസ് ഓഫ് എനി കൈൻഡ് ഓഫ് ടോക്സിക് കെമിക്കൽ, അതിനെയാണ് നമ്മൾ എല്ലെലോപ്പത്തി എന്ന് പറയുന്നത്. ഈ റിലീസ് ആയ ടോക്സിക് കെമിക്കൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എല്ലെലോ കെമിക്കൽസ്. സോ ദിസ് പേഴ്സൺ ഹാൻസ് മോളിഷ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എല്ലെലോപ്പത്തി. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിൽ വീഡ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഒരു വലിയൊരു ടോപ്പിക്കിന് ഭയങ്കര റൈസ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് ഒരു 1 hour സെഷനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന MCQs മാത്രം ആഡ് ചെയ്തിട്ട് പറഞ്ഞു പോയതാണ്. വീഡ് കൺട്രോൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് നോക്കുക. അതുപോലെ വീടിന്റെ ബേസിക് ആയിട്ടുള്ള അത് വീഡ് ക്ലാസിഫിക്കേഷൻ ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കുക. പിന്നെ എനിക്ക് മുന്നേ എടുത്ത മാം പറഞ്ഞ കാര്യങ്ങൾ അതും നിങ്ങൾ പഠിക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ടുഡേസ് സെഷൻ. എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടായിരുന്നോ? ബാക്കി MCQs PDF ആയിട്ടെങ്കിലും അയച്ചു തരൂ. ഞാൻ അയക്കാം, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ എനിക്ക് എന്താ പറയാ ഒരുപാട് ഈ സെഷനിൽ ഇങ്ങനെ വലുതാക്കി പോകാൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഹെർബിസൈഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ കേട്ടോ. ഹെർബിസൈഡ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെർബിസൈഡ് പറയുന്നുണ്ട്. ഓക്കെ, സെലക്ടീവ് ഹെർബിസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ കാണാം. അതിന്റെ ഞാനിപ്പോ മെറ്റീരിയൽ കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും, സെർച്ച് ചെയ്താലും പെട്ടെന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഹെർബിസൈഡ് ക്ലാസിഫിക്കേഷനും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോണ്ട. എനിക്ക് ഈ ഒരു സെഷനിൽ ഇത് തീർക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയത്. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുപാട് ഇതിന്റെ അപ്ലിക്കേഷൻ റേറ്റും കാര്യങ്ങളൊന്നും പഠിച്ചു പോകണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ എഗ്രോണമിയിലാണ് അത്രയും അപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ഡെപ്തിൽ അത് പഠിച്ചു പോകണ്ട. എന്നാലും ബേസിക് ആയിട്ട് റൈസിലും വീറ്റിലും ഒക്കെ വരുന്ന ഹെർബിസൈഡ്, അതുപോലെ ഹെർബിസൈഡിന്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷനും കൂടി ഒന്ന് നോക്കുക. പിന്നെ ഈ മെക്കാനിസം